കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ കണ്ണൂർ വിമാനത്താവളമാണ്. അതിൻ്റെ ഭാവി എന്ത്? ഏതാണ്ട് 3 പതിറ്റാണ്ട് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1996 ജനുവരി 19 അന്നത്തെ കേന്ദ്ര വ്യോമയാന മന്ത്രി CM ഇബ്രാഹിം, അദ്ദേഹം കണ്ണൂരിൻ്റെ പുതിയാപ്ലയാണ്, അദ്ദേഹമാണ് ആദ്യമായിട്ട് കണ്ണൂർ എയർപോർട്ട് എന്ന ആശയം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ 28 വർഷം, നീണ്ട 28 വർഷത്തിന് ശേഷം 2018 ഡിസംബർ 9 രാവിലെ 10:10 അബുദാബിയിലേക്ക് ഒരു വിമാനം പറന്നുയരുകയാണ്. അങ്ങനെ നമ്മുടെ എയർപോർട്ട് യാഥാർത്ഥ്യമാകുന്നു. എനിക്ക് തോന്നുന്നത് ആ ഉദ്ഘാടനം ഒരു മാമാങ്കം തന്നെയായിരുന്നു. ഇന്ത്യയിൽ ഒരു എയർപോർട്ടും ഉദ്ഘാടനം ഇത്ര അധികം ജനങ്ങൾ വന്നിട്ടില്ല. ഒരു ജനസാഗരമായിരുന്നു മട്ടന്നൂരിലേക്ക് ഒഴുകിയെത്തിയത്. വടക്കേ മലബാറിൻ്റെ തലവര മാറ്റാൻ പ്രാപ്തമായ രീതിയിൽ ഏറ്റവും അത്യന്താധുനികമായ സംവിധാനങ്ങളോടുകൂടി ഒരു ഹരിത വിമാനത്താവളം യാഥാർത്ഥ്യമായി. വർഷം 6 പിന്നിടുകയാണ്. പക്ഷേ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു. ഇപ്പോഴും മലബാറിലേക്ക് എത്തുന്ന വ്യവസായ പ്രമുഖർ എമിറേറ്റ്സിലും ബ്രിട്ടീഷ് എയർവേസിലൊക്കെ കൊച്ചിയിൽ വന്നിറങ്ങി കാറ് മാർഗം ഇങ്ങോട്ട് വരേണ്ട അവസ്ഥയാണ്. നമ്മൾ തുടങ്ങിയെടുത്തുനിന്ന് എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല? വലിയ വികസന വിപ്ലവമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ വേണ്ടത്ര നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, പല രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. 6 വർഷം പൂർത്തിയാകുമ്പോൾ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഭാവിയെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രമുഖരായ 3 പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. അതിലൊന്ന് നമ്മുടെ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ചെയർമാൻ TK രമേഷ് കുമാറാണ്. എയർപോർട്ട് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ദീർഘകാലം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ആസ്ഥാനം ചേംബർ ഓഫ് കൊമേഴ്സ് ആയിരുന്നു ഒരു കാലത്ത്. അതോടൊപ്പം തന്നെ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ ഖാദർ പണക്കാടാണ്. അദ്ദേഹം കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ ചെയർമാനാണ്. അവരാണ് പണം മുടക്കി ഇത് സ്ഥാപിച്ചത്. ഇനി ഇങ്ങോട്ടെടുത്താൽ ജയദേവൻ മാൽഗുഡി, സെക്രട്ടറി, ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണി ടീമിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണി എന്ന് പറഞ്ഞാൽ ആദ്യ വിമാനത്തിൽ അബുദാബിയിലേക്ക് പോയ 183 പേർ അടങ്ങുന്ന സംഘം, അവരൊരു സംഘടനയുണ്ടാക്കി. ആ സംഘടന 6 വർഷമായി പ്രവർത്തിക്കുന്നു. ഈ 3 പ്രമുഖരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പ്രേക്ഷകർക്കും ഒപ്പം 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് ശ്രീ TK രമേഷ് കുമാറിൽ നിന്ന് തുടങ്ങാം. എന്താണ്, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു കണ്ണൂർ എയർപോർട്ട് എന്ന് പറയുന്നു. വന്നു, പക്ഷേ വേണ്ടത്ര വിമാനങ്ങളില്ല. ആഭ്യന്തര സർവീസുകൾ പോലും വേണ്ടത്, തുടങ്ങിയ കാലത്തുള്ള വിമാനങ്ങളുടെ സർവീസ് പോലും ഇന്ന് ഇല്ലാതായിരിക്കുന്നു. എങ്ങനെ കാണുന്നു നമ്മുടെ വിമാനത്താവളത്തിൻ്റെ? കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രതീക്ഷ നമ്മളിന്നും ഉണ്ട്, പ്രതീക്ഷയുണ്ട്. വി ഹാവ് ടു ബി പോസിറ്റീവ് ഓൺ ദിസ്. കണ്ണൂരുകാർ എയർപോർട്ടാണത്. കണ്ണൂർ എയർപോർട്ടിനെ പറ്റി കണ്ണൂരുകാരൻ ഒരിക്കലും അതിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിനെ ഇടിച്ചു താത്താൻ പാടില്ലെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. വി ഹാവ് ടു ബി പോസിറ്റീവ്. മാത്രമല്ല നെഗറ്റീവായി കാണേണ്ടതില്ല. തോന്നുന്നുണ്ടോ? അല്ല, വൈകിക്കാനുള്ള സാഹചര്യങ്ങൾ പലതും ഉണ്ടല്ലോ. ആ സാഹചര്യത്തിൽ നമുക്ക് കടക്കാൻ നമുക്ക് പറ്റില്ല. ബിക്കോസ് പല പൊളിറ്റിക്കൽ കാര്യത്തിലൊന്നും ബിസിനസ് സംഘടനയായ ബിസിനസ് ഓർഗനൈസേഷൻ ഭാഗമായി നമ്മൾക്കൊന്നും സാധിക്കില്ല. അത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ പ്രകാരം മാത്രമേ അതിൻ്റെ വികസനം വരുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പെട്ടെന്നുള്ള ഒരു 2 വർഷം മുമ്പേ ഉള്ള ഏറ്റവും വലിയ പിന്നോട്ട് പോക്കിന് കാരണം ഗോ എയർ നിർത്തലാക്കിക്കൊണ്ടാണ്. കമ്പനി ബാങ്ക്രപ്സി ആയിക്കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കമ്പനി ബാങ്ക്രപ്സി ആയ സമയത്ത് ഏകദേശം 248 ഫ്ലൈറ്റ്സാണ് ഒരു വീക്കിൽ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ 248 ഫ്ലൈറ്റ്സ് അവിടെ സ്റ്റോപ്പായി. ഇപ്പോഴും കുറച്ച് ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നുണ്ട്. 6 ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നുണ്ട്. അത് ഇവർക്ക് എയർപോർട്ട് കാശ് കൊടുക്കാനുണ്ട്. മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ ഇന്നും പിടിച്ചു നിൽക്കുന്നുണ്ട് നമ്മൾ പറയണം. അത് നമ്മൾ സമ്മതിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല ഇനിയിപ്പോഴേ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് ഡിസംബർ 12 മുതൽ തുടങ്ങുകയാണ്. കണ്ണൂർ ഡൽഹി ഫ്ലൈറ്റ് മുമ്പേ ഉണ്ടായിരുന്നു, അതിപ്പോഴും 2ാമത് തുടങ്ങാൻ വേണ്ടി പോവാണ്. ബാംഗ്ലൂരിൽ 4 ഫ്ലൈറ്റ്സ് ബാംഗ്ലൂരിലേക്ക് ഉണ്ടായിരുന്നു, അതിപ്പോൾ 2ആയി കുറഞ്ഞു. ഇതൊക്കെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫെയറാണ് മെയിൻ കാരണം. ഈ ഫെയറിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഏറ്റവും മുറവിളി കൂട്ടുന്നത്. ബിക്കോസ് ഫെയർ കുറയണമെങ്കിൽ കൂടുതൽ എയർലൈൻസും കമ്പനീസും ഇവിടെ വരണം. എന്നാൽ മാത്രമേ ഫെയറിൽ വ്യത്യാസം വരാൻ സാധ്യതയുള്ളൂ. അതിന് വേണ്ടി മാത്രമേ സാധിക്കുള്ളൂ. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ 2 ഓപ്പറേറ്റേഴ്സ് മാത്രമേ ഇവിടെയുള്ളൂ. അത് എയർ ഇന്ത്യ എക്സ്പ്രസ്സും ഇൻഡിഗോ മാത്രം. ഈ 2 അല്ലാതെ കൂടുതൽ ഫ്ലൈറ്റ്സ് വരണമെങ്കിൽ പോയിൻ്റ് ഓഫ് കോൾ കിട്ടണം. ഏറ്റവും അനിവാര്യ കാര്യം
പോയിന്റ് ഓഫ് കോൾ തന്നെയാണ്. കുറേ കാലം മറുപടി കൂട്ടുന്ന കാര്യമാണ്. 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിന്റ് ഓഫ് കോൾ കിട്ടുന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞ് മഹാരാഷ്ട്ര വർഷത്തിലേക്ക് കടന്നു. എന്നിട്ട് 6 വർഷം പൂർത്തിയായി ഡിസംബർ 9 എന്നിട്ട് പോലും പോയിന്റ് ഓഫ് കോൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിനു വേണ്ടി നിരന്തരം മുറവിളി കൂട്ടുന്ന ഒരുപാട് സംഘടനകൾ കണ്ണൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഭാഗമായി ഞങ്ങളും അതിനു വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടി ഇടപെടുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിലും അതുപോലെ തന്നെ ഏത് വിധത്തിലെങ്കിലും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മാസം ഞങ്ങൾ ഇവിടെ ഡൽഹി പോവുകയും ഏവിയേഷൻ മിനിസ്റ്റർ രാംമോഹൻ നായിഡുവെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ഇവിടുത്തെ വിഷയങ്ങളൊക്കെ ഞങ്ങൾ അവരോട് അവതരിപ്പിച്ചു. യെസ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ജയദേവൻ മൽഗുഡി, എന്താണ് ടീം ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണി? അതെനിക്ക് തോന്നുന്ന ലോകത്ത് തന്നെ അങ്ങനെ ഒരു സംഘടന ആദ്യമായിട്ടായിരിക്കും അല്ലേ? അങ്ങനെ ഒരു സംഘടനയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒത്തിരി യാത്രകളുടെ കൂട്ടായ്മകളുണ്ട്, പക്ഷെ ഒരു വിമാനത്താവള ഉദ്ഘാടനത്തിന് ആദ്യം യാത്ര ചെയ്തവർ ഒരു സംഘടന ഉണ്ടാക്കുക, എങ്ങനെയാണ് അതിനെ കടന്നത്? കണ്ണൂരുകാർ നെഞ്ചിലേറ്റിയ ഒരു പ്രസ്ഥാനമാണ് കണ്ണൂർ എയർപോർട്ട്. 2 ലക്ഷത്തോളം ആൾക്കാർ തറക്കല്ലിടലിലും അതിൻ്റെ ഇനോഗ്രൽ സെക്ഷനിലും പങ്കെടുത്ത ഒരു വ്യത്യസ്തമായ അനുഭവം കണ്ണൂരുകാർ കണ്ടിട്ടുണ്ട്. കണ്ണൂരുകാർ ഗ്രൗണ്ടിൽ ആഘോഷമാക്കിയപ്പോൾ അത് ആകാശത്തിൽ ആഘോഷമാക്കിയ ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേർണി ടീം ആട്ടവും പാട്ടവുമായ ഫ്ലൈറ്റിലെ ആഹ്ലാദിക്കുകയായിരുന്നു. ആ ആഹ്ലാദത്തിൻ്റെ തുടർന്ന് അതിൽ തന്നെ രൂപപ്പെട്ട ഒരു സംഘടനയാണ് ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേർണി. അതിൽ ഫ്ലാംബയോണ്ട് ബിസിനസ്മാൻ, ഇൻഡസ്ട്രിയൽസ് ആൻഡ് പ്രൊഫഷണൽസ്, ഈവൻ NRIക്കാരെ, സാധാരണക്കാർ എല്ലാവരും ഉൾപ്പെടുന്ന. എത്ര പേരാണ് നിങ്ങളുടെ ഫ്ലൈറ്റിൽ? 183 ആൾക്കാരുണ്ടായിരുന്നത്. ആ 183 ആൾക്കാർ അന്ന് അബുദാബിയിലെത്തി. എന്നും ആ സന്തോഷം നമ്മൾ നേരിട്ട് കണ്ടവരാണ് ആ ഫ്ലൈറ്റിലുള്ള ആൾക്കാരുടെ. എങ്ങനെയാണ് അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാനുള്ള സാഹചര്യം ആ ഫ്ലൈറ്റിൽ ഉണ്ടായത്? ആ ആഘോഷ തിമിർപ്പിൽ അതിൽ 2 പേർ, ഒരു മിസ്റ്റർ റഷീദും ഒരു രമേഷും കൂടിയാണ് ഈ ആഘോഷം കണ്ടപ്പോൾ എല്ലാവരെയും ഒരു നമ്പർ വാങ്ങി ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കാൻ ഉണ്ടായത്. ആ വാട്സപ്പ് കൂട്ടായ്മ പിന്നീട് എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് ഒരു മീറ്റിംഗ് വെച്ചു. നെക്സ്റ്റ് ഇയർ സെയിം ഫ്ലൈറ്റിൽ തന്നെ നമുക്ക് വീണ്ടും ആ യാത്ര റെപ്ലിക്കേറ്റഡ് ആയി പോകാൻ പറ്റി. ആ യാത്ര അബുദാബിയിലെത്തിയപ്പോൾ ഗംഭീരമായ സ്വീകരണം എയർപോർട്ടിൽ തന്നെ. ആരാണ് അവിടെ സ്വീകരിക്കാനുണ്ടായിരുന്നത്? അത് നമ്മുടെ സംഘടനയുണ്ട് അബുദാബിയിൽ, വി ഓൾ ലവ് കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് സംഘടന ഇന്ത്യ സോഷ്യൽ സെൻ്ററിലുണ്ടായിരുന്നു. ആ സംഘടന കണ്ണൂർ അബുദാബി എയർപോർട്ടിൽ തന്നെ ഒരു ഗംഭീര സ്വീകരണം നടത്തി. എയർപോർട്ടിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ടീമിന് സ്വീകരണം കൊടുക്കുന്നത് അബുദാബി എയർപോർട്ടിൽ. അന്നത്തെ കാലഘട്ടത്തിൽ അതിന് സ്വീകരണത്തിൽ ഏർപ്പെടുത്തണമെങ്കിൽ CID ക്ലിയറൻസ് ഒക്കെ വേണമായിരുന്നു. അതിനൊക്കെ മുന്നോട്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്വീകരണത്തിന് ശേഷം ദുബായിൽ വലിയൊരു സെമിനാർ നടത്തി. അതിൽ നേരത്തെ സൂചിപ്പിച്ച CM ഇബ്രാഹിം, ആസാദ് മൂപ്പൻ, അങ്ങനെ ഗംഭീരമായിട്ടുള്ള സദസ്സിലായിരുന്നു ആ സ്വീകരണവും സെമിനാറൊക്കെ നടത്തുന്നത്. അങ്ങനെ വീണ്ടും നെക്സ്റ്റ് ഇയർ ഞങ്ങൾ അന്ന് 2020 അത് കൊറോണ കാലഘട്ടത്തായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പരിപാടി നടത്താൻ പറ്റുന്ന സാഹചര്യത്തിൽ നമ്മൾ എയർപോർട്ടിൽ കിറ്റ് കൊടുത്തു. കൊറോണ സാഹചര്യത്തിൽ എല്ലാവർക്കും കിറ്റ് കൊടുത്തു. നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വീണ്ടും ഡൽഹി 2022 ഇവിടെ 2021 ഞങ്ങൾ സെമിനാർ കണ്ണൂർ നടത്തി. അതിലെ മന്ത്രിമാരും പ്രഗത്ഭരായ രാഷ്ട്രീയ സാംസ്കാരിക എല്ലാവരും പങ്കെടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ഇയർ ഞങ്ങൾ ഡൽഹിയിലേക്ക് പോയി. വി നോക്ക് ദ റൈറ്റ് ഡോർ ടു ഗെറ്റ് ഹജ്ജ് എംബാർക്കേഷൻ ഫോർ ദ കണ്ണൂർ എയർപോർട്ട്. അങ്ങനെ ഏതൊക്കെ ഡോറിൽ നോക്ക് ചെയ്യണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. വീണ്ടും ഞങ്ങൾ അടുത്ത ആഴ്ച വീണ്ടും ഡൽഹിയിലേക്ക് പോകാൻ പോകുന്നു. വീണ്ടും ഇതേ ആവശ്യം POC ആവശ്യമായ കാര്യമായ. നമുക്ക് തിരിച്ചു വരാം. അബ്ദുൽ ഖാദർ പനക്കാട്ട്, യെസ്, എന്താണ് നിങ്ങൾ ഇടയ്ക്ക് സമരരംഗത്തൊക്കെ കാണുന്നുണ്ടല്ലോ, എയർപോർട്ടിൻ്റെ ഓഹരി ഉടമ എന്ന നിലക്ക് കണക്ക് അവതരിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സമരരംഗത്ത് പ്രക്ഷോഭ രംഗത്തേക്ക്? സമരമല്ല, എയർപോർട്ടിൻ്റെ യഥാർത്ഥ അവകാശികൾ, ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനീൻ്റെ യഥാർത്ഥ അവകാശികൾ ആരാണ്? അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്. അതിൽ ഗവൺമെൻറ്റിന് വലിയ സ്റ്റേക്സ് ഉണ്ട്, മറ്റ് ഗവൺമെൻറ്റിതര സ്ഥാപനങ്ങൾക്ക് സ്റ്റേക്സ് ഉണ്ട്. വലിയ പ്രമുഖരായിട്ടുള്ള വലിയ സാമ്പത്തികമായുള്ള ആൾക്കാർ, ഞാൻ പേര് പറയേണ്ട ആവശ്യമില്ല, അവർ ഡയറക്ടറുമായിട്ടുണ്ട്. അതല്ലാത്ത മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അറൗണ്ട്, നിങ്ങളറിയോ, 9,000 persons ആർ ദ ഷെയർ ഹോൾഡേഴ്സ്. അതിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തപ്പോൾ അതിൽ 3000 ആൾക്കാർ കണ്ണൂർ ജില്ലയിൽ നിന്നുണ്ട്
9,000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. 9,000 shareholders ഉണ്ട്. ഇതൊന്നും അപ്പൊ ആർക്കും MA അറിയില്ല. യൂസഫ് അലിയും അത് ഷംഷീർ വയലിലും ഞാൻ മൈനോറിറ്റി, അവരെ ഡയറക്ടേഴ്സിനെ കൂട്ടാതെ ബാക്കിയുള്ള ആൾക്കാർ, ഐ എം ടോക്കിംഗ് അബൌട്ട് ദി ലിസ്റ്റ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റ് ഔദ്യോഗികമായി കിട്ടിയതിൻ്റെ ബേസിലാണ് സംസാരിക്കുന്നത്. ഞാൻ അതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ എന്തിനാണ് നിങ്ങൾ പറഞ്ഞ് നമ്മൾ ഇതിനെ എയർപോർട്ട് നിലനിൽക്കണം, ഇത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞു ഒരു വറ്റം ആളുകൾ പരിശ്രമം. അതേപോലെ വെയ്ക്കുന്ന പ്രസ്ഥാനം ദുബായിൽ ഇതിന് വേണ്ടിയിട്ട് വർഷങ്ങളോളം പഠിച്ചു. അതിൻ്റെ ഒരു ഫൗണ്ടർ പ്രസിഡന്റ് ഞാൻ ഓർക്കുകയാണ്, അന്ന് ആദ്യമായിട്ട് എയർപോർട്ട് വന്നപ്പം ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി ചേർന്നില്ല വലിയ ബോർഡൊക്കെ ചേംബറിൻ്റെ അന്നത്തെ ഭാരവാഹികളൊക്കെ കാണാം. അന്ന് ആർക്കും അറിയില്ല എങ്ങനെയാണ് ഷെയർ എടുക്കാമെന്നില്ല. 25 ലക്ഷം ഇറ്റ്സ് എ ടോക്കാണ്. അങ്ങനെ നമ്മൾ വെയ്ക്കിൻ്റെ പ്രതിനിധികൾ ബഹുമാനപ്പെട്ട EP ജയരാജൻ, അന്ന് അദ്ദേഹം മന്ത്രിയൊന്നുമല്ല, അച്യുതാനന്ദൻ്റെ മിനിസ്ട്രിയുള്ള സമയത്ത് ദുബായിൽ പോയിട്ട് കണ്ടിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്തത് പ്രവാസികൾക്ക് ഇതിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടണം. 25 ലക്ഷം എന്ന് പറഞ്ഞാൽ പ്രവാസികൾക്ക് വലിയ എമൗണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ പ്രകാരം സെക്കൻഡ് ഡേ ഞാനും എൻ്റെ മറ്റു കൂട്ടുകാരും ഇവിടെ വന്ന് കണ്ണൂരിൽ വലിയൊരു പ്രസ് മീറ്റ് നടത്തി. അന്ന് ശശിധരനുണ്ട്. പ്രസ് ശരിക്കൊന്ന് ബൊമ്പാട് ചെയ്തമാരുള്ള ഇത് കൊടുത്ത്, അങ്ങനെയാണ് മുഖ്യമന്ത്രി അച്യുതാനന്ദൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നത്. പ്രവാസികൾക്ക് മാത്രമല്ല, ഇന്ത്യയിലുള്ള ഇന്ത്യൻ നാഷണൽസ് ആർക്കും എടുക്കുക. ഷെയർ വാല്യൂ 2 ലക്ഷം. ഇതാണ് ഇതിൻ്റെ തുടക്കം. 2 ലക്ഷം കൊടുത്താൽ ഷെയർ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു അനൗൺസ്മെന്റ്. 25 ലക്ഷം ഊഹാപോഹങ്ങളാണ്, ഔദ്യോഗികമായിട്ടൊന്നുമില്ല. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് പോയപ്പോൾ 2 ലക്ഷമാക്കിയിട്ട് ഔദ്യോഗികമായിട്ടുള്ള അനൗൺസ്മെന്റ് CMന്റെ ഓഫീസിൽ നിന്ന് വന്ന്. ദാറ്റ് വാസ് ആ സമയത്തുള്ള ഫെബ്രുവരിയിലാണ് വന്നത്. ഏപ്രിലാകുമ്പോൾ മിനിസ്ട്രി മാറി. അങ്ങനെ ഞങ്ങൾ ഷെയർ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ 2 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് സെബിയിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയല്ല. ഇത്രയും കമ്പനികൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദ പ്രൈവറ്റ് സർക്കുലേഷനാണ്. പ്രൈവറ്റ് സർക്കുലേഷനിൽ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ബാച്ചിൽ 50 ആളിൽ കൂടുതൽ ഷെയർ കൊടുക്കാൻ പാടില്ല. ഞാനൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനീൻ്റെ CMD ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടുള്ള നിയമം അത് കൊടുക്കാൻ പാടില്ല എന്ന് അറിയും. എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യണ്ടേ? അങ്ങനെയാണ് ഇത് നടന്ന സംഭവങ്ങൾ. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ചിട്ട് ഒരു മീറ്റിങ്ങിൽ ഞാനും എനിക്കൊരു ആശംസയുണ്ടായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൻ്റെ റീജിയണൽ മാനേജർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾക്കൊന്നുമില്ല, പ്ലെയിൻ പേപ്പറിൽ എനിബഡി ക്യാൻ അപ്ലൈ, ടേക്ക് എ ഡ്രാഫ്റ്റ് ഓഫ് ദി 25%, 2 ലക്ഷത്തിൻ്റെ 50,000 രൂപയുടെ ഡ്രാഫ്റ്റ് എടുത്തിട്ട് അത് കിയാലിൻ്റെ ഓഫീസിൽ ട്രിവാൻഡ്രത്തേക്ക് അയച്ചു കൊടുക്കണം. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നത് ബാക്കി കാര്യങ്ങൾ കിട്ടും. അപ്പൊ അതാണ് അങ്ങനെ വന്നത്. അപ്പൊ അത് വന്നിട്ട് ആ വന്ന ആൾക്കാർക്കൊക്കെ 1 കൊല്ലം കഴിഞ്ഞിട്ടും ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആകാത്ത വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്ത് അത് കിട്ടി. അത് നല്ല രസകരമാണ്. 9,000 പേർ സാധാരണക്കാരായിട്ട്, നമ്മളെപ്പോഴും ഷംഷീർ വയലിൽ, MA യൂസഫ് അലി, അതുപോലെ തന്നെ നമ്മുടെ ഹസൻ കുഞ്ഞി, ഇങ്ങനെയുള്ള ആളുകളുടെ പേരൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് സാധാരണക്കാരായ 9,000 പേർ ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്. ശ്രീ രമേഷ് കുമാർ, ഈ അവസാന ലാപ്പിൽ നിങ്ങളിപ്പോൾ ഒന്ന് പോയല്ലോ, എന്തൊക്കെ മൂവ്മെൻ്റാണ് ഇപ്പം നടന്നത്? എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ പോയത്? ആരെയൊക്കെയാണ് കണ്ടത്? നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് നിരന്തരം കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വികസനത്തിന് വേണ്ടിയും കണ്ണൂരിൻ്റെ വികസനത്തിന് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. നോർത്ത് മലബാറിൻ്റെ വികസനത്തിന് വേണ്ടി കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഇതിലുള്ള സ്ഥിതികൾ നിങ്ങൾ പിന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള സ്ഥിതികൾ, ഈ സ്ഥിതികളിൽ മാറ്റം വരാൻ വേണ്ടി നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് എന്തൊക്കെ ലെവലിൽ പ്രവർത്തിക്കണം ആ ലെവലിലൊക്കെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏവിയേഷൻ മിനിസ്റ്റർ നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം നമ്മൾ തരപ്പെടുത്തത്. അത് തെലുഗുദേശം പാർട്ടിയുടെ ലീഡറാണ് എയർപോർട്ട് ഏവിയേഷൻ മിനിസ്റ്റർ, സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ശ്രീ രാംമോഹൻ നായിഡു. അദ്ദേഹത്തിനെ കാണാനുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടി തെലുങ്കുദേശം പാർട്ടിയുടെ ഒരു സമുദായ നേതാവിനെ ഞങ്ങൾ ആന്ധ്രയിലുള്ള തെലുങ്കാനയുള്ള നേതാവിനെ കണ്ടുപിടിക്കുകയും അദ്ദേഹത്തിനോട് ഇദ്ദേഹത്തിൻ്റെ സമയം ചോദിച്ച് അതിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതൊക്കെ തന്നെ നമുക്ക് തെലുങ്കാനയിൽ എത്തിപ്പെട്ടു. നിങ്ങൾ അതൊക്കെ കോൺടാക്ട്സോട് കൂടി പക്ഷേ നാരായണൻകുട്ടി ഉണ്ടല്ലോ, സുനിത ഫർണിച്ചറിൻ്റെ MD, നാരായണൻകുട്ടി ഹാസ് ഗോട്ട് സം കോൺടാക്ട് ദർ ഇൻ തെലുങ്കാന.
അപ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ് അവിടെയുണ്ട്, അദ്ദേഹത്തിനോട് കാര്യങ്ങൾ നമ്മൾ ഏതൊക്കെ വെള്ളത്തിൽ എങ്ങനെയൊക്കെ മിനിസ്റ്റർ ഒന്ന് കാണാനുള്ള സാഹചര്യം വെക്കുന്നുള്ള കാര്യത്തെ പറ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കണ്ണൂരിൽ നിന്ന് സുനിത ഫർണിച്ചറിന്റെ ഉടമ നാരായണൻകുട്ടി വഴി തെലങ്കാന വഴി കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്ന വ്യക്തി മിനിസ്റ്റർ ഫാദറിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അവർ സെയിം പാർട്ടിക്കാരാണ്, അതിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് അത് നമുക്ക് അതിൻ്റെ അവരുടെ ഇൻ്റർവ്യൂ മീറ്റിംഗ് കിട്ടുന്നത് വളരെ ഷോർട്ട് പീരീഡിലാണ്, വെരി ഷോർട്ട് പീരീഡ്. മറ്റന്നാളാണെന്ന് പറയുമ്പോൾ 2-3 ദിവസം കൊണ്ട് ഞങ്ങൾ ടിക്കറ്റും ഇതൊക്കെ ബുക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ബുക്ക് ചെയ്തു. ഞങ്ങൾ അവിടെ എത്തി. വൈകിട്ട് അവിടെ ഡൽഹിയിലാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ സെക്രട്ടറി അനിൽകുമാർ ഉണ്ടായിരുന്നു, വൈസ് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് മക്കേച്ചി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, വിഷ്ണുനാരായണൻകുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈസ് എ ട്രസ്റ്റ് ഓഫ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ്. അവിടെ എത്തി. വൈകിട്ട് എത്തിയ സമയത്ത് അവിടെ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പുറത്ത് പോയിട്ട് മിനിസ്റ്ററെ കാണാൻ പറ്റുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അവർ വിളിച്ചപ്പോൾ പറഞ്ഞു ശരി പോകാമെന്ന് പറഞ്ഞു. ഹോട്ടലിൽ അടുത്താണ് താമസിക്കുന്നത്, റാഡിസൺ ഹോട്ടലിൽ താമസിച്ചത്. എൻ്റെ അടുത്താണ് മിനിസ്റ്റർ ഓഫീസ് പോയ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ട്. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് സമയം വെറുതെ മീറ്റിംഗ് നടക്കുകയായിരുന്നു. വരുന്ന സമയത്ത് പിന്നെ ഒരു ഹാഫ് ആൻ അവർ ഇരുന്ന ശേഷം ഞങ്ങൾ അദ്ദേഹം അകത്തോട്ട് വിളിച്ചു. ആദ്യം കയറിയത് ഈ പറഞ്ഞ തെലുങ്ക് ദേശത്തിൻ്റെ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം കയറി കൂടെ പിറകിൽ ഞങ്ങൾ കയറി ഇൻഫർമേഷൻ കൊടുത്തിരുന്നുള്ളൂ. അദ്ദേഹം അവിടെ അയാളുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഞങ്ങളെ സ്വീകരിച്ചു. കൈയോട് നമ്മളെ സ്വീകരിച്ചു. ലാളിത്യമുണ്ട്. ലാളിത്യം എന്ന് പറഞ്ഞാൽ ലാളിത്യത്തിൻ്റെ എന്താ പറയുക, ആളുകൾ കണ്ടുപിടിക്കേണ്ട ഒന്നാണ്. അപ്പോൾ അതവിടെ ഇരുന്ന് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. വാട്ട്സ് ദ ഇഷ്യൂ, നമ്മൾ മെമ്മോറാണ്ടം ഉണ്ടായിരുന്ന കയ്യിൽ മെമ്മോറാണ്ടം കൊടുത്ത് 1 by 1 വി ആർ സ്റ്റാർട്ടഡ് ഡിസ്കസിങ്. ഞങ്ങൾ ആദ്യം പറഞ്ഞ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ എന്താണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അത് ഏത് വിധത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുള്ള എയർപോർട്ടാണ്. അത് പാർലമെൻ്ററി കമ്മിറ്റി വന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ തുടങ്ങി. പാർലമെൻ്ററി കമ്മിറ്റി വിസിറ്റ് ചെയ്ത സമയത്ത് അവർ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയിന്റ് ഫോൾ കൊടുക്കാനുള്ള എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. അത്ര വിപുലമായ രീതിയിലുള്ള എയർപോർട്ടാണ്. 2500 ഏക്കേഴ്സുള്ള എയർപോർട്ടാണ്. ഭാവിയിൽ വികസനത്തിന് വേണ്ടിയും അത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഇവരൊക്കെ പറഞ്ഞ സമയത്ത്. കാച്ച്മെൻറ്റ് ഏരിയനെ പറ്റി പറഞ്ഞു. എയർപോർട്ടിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ കാച്ച്മെൻറ്റ് 25 ചെറുപ്പക്കാരനാണ് 25 minutes we had discussed. 25 minutes. ഒടുവിൽ എന്ത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ വിധത്തിലുള്ള പ്രഷറും എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാകും ഇൻ്റർനാഷണൽ എയർപോർട്ടിന് വേണ്ടിയിട്ട്. POC കിട്ടാൻ POC ആണ് മെയിൻ ഇഷ്യൂ ഞങ്ങൾ സംസാരിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഡൊമസ്റ്റിക് മേഖലയിലുള്ള എയർപോർട്ടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടുതൽ എയർലൈൻസ്, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന എയർലൈൻസ് ഇവിടെ കൊണ്ടുവരാനുള്ള സാഹചര്യത്തെപ്പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അദ്ദേഹം അതിനും വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾ സംസാരിച്ചു. ആ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ ഫെയറിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഫെയർ കൂടുതൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സിനും അതുപോലെ ഡൊമസ്റ്റിക് കൂടുതൽ ഫ്ലൈറ്റ് തരാനുള്ള കാര്യത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹം സാധിച്ചു. എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിനെ ബോധ്യപ്പെടുക, അദ്ദേഹത്തിന് കൺവിൻസ്. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ രാവിലെ ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയത് ഫ്ലൈറ്റിലാണ്. ബിക്കോസ് ടിക്കറ്റ് കിട്ടിയില്ല. രാവിലെ 7 മണിക്കുള്ള 4 മണിക്കുള്ള ട്രെയിനിന് ഇതിന് ടിക്കറ്റ് കിട്ടിയില്ല. ഞങ്ങൾ ഫ്ലൈറ്റിന് പോയി. ഞങ്ങൾ 6,500 rupees പെർ ഹെഡ് കൊടുത്തു. അതെ, 20 minutes 40 minutes ട്രാവലിങ്ങിന് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് പറഞ്ഞു, അദ്ദേഹം യു ഗേവ് 6,000 rupees. അയാൾ ഭയങ്കര അതിശയത്തോടെ നമ്മൾ ചോദിച്ചത്. അത് 9,000 വരെ കൊടുത്ത ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 6,000 we paid. അദ്ദേഹം പറഞ്ഞു ഇറ്റ്സ് ടു മച്ച്. നിങ്ങൾ ഇന്റർഫിയർ ആണ് ഇതിൻ്റെ അകത്ത്. ഈ വിധത്തിലാണ് ഫ്ലൈർ ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇന്റർനാഷണൽ എയർപോർട്ടിലാന്ന് പറയുന്നത് നമ്മൾ തിരിച്ചു വരാം. ജയദേവൻ മാൽഗുഡി, നിങ്ങളും പോയിരുന്നില്ലേ ഈ കേന്ദ്രമന്ത്രിയെ കാണാൻ? നിങ്ങൾ കഴിഞ്ഞ ഒരു തവണ പോയി. കേന്ദ്രമന്ത്രി അന്നത്തെ വ്യോമയാന മന്ത്രിയെ കണ്ടിരുന്നു. സിവിൽ ഏവിയേഷൻ വകുപ്പ് മന്ത്രി ജ്യോതിരാജ് സിന്ധ്യ. നമ്മൾ 12ഓളം ആൾക്കാർ ഇവിടുന്ന് പോയി. അവിടെ പോയി കേരള ഹൗസിൽ പോയി അവിടെ പ്രസ് കോൺഫറൻസ് നടത്തി. ആ പ്രസ് കോൺഫറൻസിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കൂട്ടായിട്ടാണ് ഞങ്ങൾ ഇത് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ശ്രമിച്ചത്. ലാസ്റ്റ് ഡേ ആണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അദ്ദേഹം എല്ലാവരും കൂടി പോയപ്പോൾ എന്താ ഹോൾ കേരള ഈസ് കെം ദേർ എന്ന് ചോദിച്ചത്രേ. എന്നിരുന്നാലും എല്ലാവരും ഞങ്ങൾ കൂട്ടി അവരെ ഇരുത്തി സംസാരിച്ചു. ആ സംസാരത്തിൽ 3 ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചു. ഒന്ന് POC ആയിരുന്നു, നമ്പർ 2 ഫാർ ഈസ്റ്റിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു, 3rd വൺ എംബാർക്കേഷൻ ആയിരുന്നു. അപ്പം ഹജ്ജ് എംബാർക്കേഷൻ. അപ്പം ഫസ്റ്റ് വൺ അദ്ദേഹം പറഞ്ഞു പോളിസി മാറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ POCൻ്റെ കാര്യത്തിൽ പരിഗണിക്കാൻ പറ്റില്ല, അത് മാറ്റിവെച്ചു. നെക്സ്റ്റ് ഓപ്ഷൻ ചോദിച്ചപ്പം ഫാർ ഈസ്റ്റ് കണക്ഷൻ, ദാറ്റ് വി ക്യാൻ ഡു, വിൽ കൺസിഡർ ഇറ്റ്. ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം സെക്രട്ടറി വിളിച്ചു, കാര്യങ്ങൾ നോട്ട് ചെയ്ത് പറഞ്ഞയച്ചു. 3ാമത്തെ കാര്യം ഹജ്ജ് എംബാർക്കേഷൻ ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് മീ, അത് സ്മൃതി ഇറാനിയാണ് ചെയ്യേണ്ടത്, ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ ഓൾറെഡി സ്മൃതി ഇറാനിയെ കണ്ടിരുന്നു, ഈ കാര്യം ധരിപ്പിച്ചിരുന്നു. സ്മൃതി ഇറാനി പറഞ്ഞത് ഇത് ചെയ്യേണ്ടത്
ഏവിയേഷൻ വകുപ്പാണെന്ന്. അദ്ദേഹം പറഞ്ഞാൽ അങ്ങനത്തെ ഏവിയേഷൻ പിന്നെ ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ എപ്പോൾ വേണം എവിടെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിക്കൊള്ളൊക്കെ തയ്യാറാണെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഉണ്ടായ ഡിസിഷൻ വിതിൻ എ വീക്ക് ഇവിടെ ഇംപ്ലിമെൻ്റ് ആയി. ആ യാത്ര കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. അപ്പം ഇവിടെ സംഭവിച്ച ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഉണ്ടായിരിക്കുന്നത് ബിറ്റ്വീൻ ദ വകുപ്പുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള റെട്ടാപ്പിസമാണോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണോ അതൊക്കെ മനസ്സിലാക്കി നോക്കി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എളുപ്പമാകുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചത് അന്ന് പഠിച്ചത് ആ മൂവ്മെന്റ് കൊണ്ടാണ് അന്ന് നമുക്ക് ഇവിടുന്ന് ഹജ്ജിന് ആളുകൾക്ക് പോകാൻ സാധിച്ചു. മാത്രമല്ല കൂട്ടായ പ്രവർത്തനം കൂടിയാണ്. അബ്ദുൽ ഖാദർ, ഈ 9,000 ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ, ഇവരെ ഒരു യോജിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ താങ്കൾ? അത് സ്റ്റാർട്ട് ചെയ്ത പ്രോസസ്സ്. ഇപ്പം നിങ്ങൾ പറഞ്ഞത് നമ്മൾ ഇതിനെ സമരമല്ല ഉദ്ദേശിച്ചത്, സംരക്ഷണമാണ്. ഇപ്പം എല്ലാവരും പറയുന്നത് എയർപോർട്ടിൻ്റെ പോയിന്റ് ഓഫ് കോൾ POC എന്നാണ്. ഇവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ, അനീതികൾ, ഇതാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ. അവിടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനൊക്കെ ഇപ്പം ഷെയർ ഹോൾഡറായി ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം എല്ലാം ഓൺലൈൻ മീറ്റിംഗ്സ് ആണ്. ഈ പ്രാവശ്യം ഓൺലൈൻ മീറ്റിംഗ് വന്നിട്ട് നമുക്ക് ആനുവൽ റിപ്പോർട്ടും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും വന്നതിൽ അതിൽ വന്ന 4ാമത്തെ അതിൽ സാധാരണ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് അപ്രൂവ് ചെയ്യണം. പിന്നെ 2 ഡയറക്ടേഴ്സ് റിട്ടയർ ചെയ്തിട്ട് ദേ ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ്, യൂസഫ് അലിയും അസം കുഞ്ഞും ഉണ്ടായിരുന്നു. 3ാമത്തത് അതിൽ പറയുന്നത് MDയുടെ സാലറി. അതാണ് ഏറ്റവും നമ്മളെ ഈ ഷെയർ ഹോൾഡേഴ്സിനെ എല്ലാവരും യോജിപ്പിക്കാനുള്ള ഒരു കാരണം. അത് പറയുന്നത് ഈ ഗവൺമെൻറ് 2023 നവംബറിൽ ജിയോ, അത് ഞാൻ ഒരു പോയിന്റ് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ഇഷ്യൂ ചെയ്തിട്ട് ദിനേശ് കുമാറിന് 2023 ഫെബ്രുവരിയിൽ 7/2/23 അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ജിയോ ഇറങ്ങുന്നത് 2/11/23 വിത്ത് ആനുവൽ സാലറി ഓഫ് 38.09 lakhs. ഇത് ഞാൻ പറയുന്നത് ആനുവൽ റിപ്പോർട്ടിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അത് സ്ഥിരീകരിക്കണം. ഈ AGM ഹാസ് ടു അപ്രൂവ് ആൻഡ് റാറ്റിഫൈ ദ അപ്പോയിൻമെൻറ്റ്. അതിൻ്റെ കൂടെ തന്നെ പറയുന്നത് വേറൊന്ന്, ആ 38.09 ഉള്ളത് അദ്ദേഹത്തിൻ്റെ സാലറി ഹാസ് ടു ഇൻക്രീസ് 38 50 ലക്ഷമാക്കിയിട്ട് ഉയർത്തണം. എന്നിട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഇത് പറയുന്നത് ആ ജിയോ ഇറങ്ങിയിട്ടുള്ളത്, നമ്മൾ ഈ AGM നടന്നിട്ടുള്ളത് ഫൈനാൻഷ്യൽ എൻഡ് 31 മാർച്ച് 2024 അതാണല്ലോ AGM വരുന്നത്. എന്നിട്ട് ഈ ഓർഡർ ജിയോ ഇറങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 4/7/24 ഫൈനാൻഷ്യൽ ഇയർ വന്നിട്ടുള്ള ജിയോ അയാളെ സാലറി 50 ലക്ഷമാക്കിയിട്ട് കൂട്ടിക്കൊടുക്കണം എന്നുള്ളതാണ്. ഇതാണ് 50 ലക്ഷം എല്ലാം കൂടിയില്ല പേഴ്സ് 38 എന്ന് ഒരു എല്ലാവർക്കും ഒരു നഷ്ടത്തിലോടുന്നു. അവിടെ ഇതുവരെ വർക്ക് ചെയ്ത ഒരു സീനിയർ സ്റ്റാഫിനും ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാതെ MD has now the situation is manipulating the situation. ഇവിടെ ആരും അത് സംസാരിക്കാത്തതിൽ വളരെ ഖേദമുണ്ട്. നമ്മൾ ഒരു POC എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ, അനീതികൾ, അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം എടുക്കുക. അവിടുത്തെ മിടുക്കന്മാരായിട്ടുള്ള സീനിയർ സ്റ്റാഫ്സ് ഒക്കെ ഇത് റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട്, അയാൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കമേഴ്ഷ്യൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് സോണി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ ഇവർ ഒഴിവാക്കി. ഏറ്റവും മിടുക്കൻ, നിങ്ങൾ ഏതൊരാളെടുത്ത് ഓഫീസിൽ പോയാലും അദ്ദേഹമാണ് എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീൻ്റെതും കാര്യങ്ങളും നോക്കി അദ്ദേഹം ഒഴിവാക്കി. ഇപ്പം നിങ്ങളറിയോ, ലേറ്റസ്റ്റ് ഡേ ബിഫോർ യെസ്റ്റർഡേ HR മാനേജർ ബിജു ഈസ് സസ്പെൻഡഡ്. HR മാനേജർ വളരെ ഹൈ റാങ്കിങ് ഒഫീഷ്യലാണ്. അദ്ദേഹം ഇയാളുടെ കൊള്ളരുതായ്മക്കും അനീതികൾക്കും കൂട്ടുനിൽക്കാതെ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ നോക്കി, ഇപ്പം ഞങ്ങളൊക്കെ പറയാൻ പോകുന്നത് വെറും പോയിന്റ് ഓഫ് കോൾ അല്ല. ഈ എയർപോർട്ട് ഇനി ശുദ്ധീകരിച്ച് വരണമെങ്കിൽ MDനെ മാറ്റാതെ കാലത്തോളം, ഞാൻ ഇതുവരെ പറയാത്തൊരു വാക്ക് പറയാണ്, ഈ എയർപോർട്ടിന് ഒരു രക്ഷയുമില്ല. അദ്ദേഹം അപ്പോയിന്റ് ചെയ്ത ദിവസം മുതൽ പറയുന്നത് POC അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തതെന്ന് വെച്ചാൽ ഈ എയർപോർട്ടിലൊക്കെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ദീർഘകാലം പ്രവർത്തിച്ച് നോട്ട് ഓൺ ദ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ്, ഈസ് എൻ എഞ്ചിനീയർ, ടെക്നിക്കൽ MTech എൻ്റെ ഒരു MBA എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് അഡ്മിനിസ്ട്രേഷൻ സൈഡിലുള്ള ഇല്ല. അവിടെ ഒരു ഏവിയേഷൻ്റെ ഒരു ക്ലബ്ബുണ്ട്, അതിൻ്റെ MD ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഴ്ചകൾ പറയാം. വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ് ശ്രീ അബ്ദുൽ ഖാദർ പറയുന്നത്. MDക്കെതിരെ കടുത്ത
നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത്. നമുക്ക് ശ്രീ രമേഷ് കുമാറിനോട് ഈ അബ്ദുൽ ഖാദർ പറയുന്ന വളരെ ഗൗരവമേറിയൊരു വിഷയമാണ് നഷ്ടത്തിലോടുന്ന ഒരു എയർപോർട്ട് 38 ലക്ഷത്തിൽ നിന്ന് 50 ലക്ഷമാക്കി അദ്ദേഹത്തിൻ്റെ സാലറി ഉയർത്തുക, കഴിവുള്ള ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക. എങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുന്നത്? അതിനെ നിരന്തരമായി അതിനെ കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആധികാരികമായി സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. പൊതുപ്രവർത്തന നിലയിൽ മിസ്റ്റർ ദിനേശ് കുമാറിൻ്റെ എക്സ്പീരിയൻസ് 27 വർഷം അദ്ദേഹം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വർക്ക് ചെയ്ത വ്യക്തിയായിരുന്നു. എൻ്റെ അറിവിൽ പറയുന്നതാണ്. അദ്ദേഹം അവിടെ തറക്കല്ലിടുന്ന സമയത്താണ് ഒരു കുടിൽ പോലൊരു എയർപോർട്ടിൻ്റെ തുടക്കം മുതൽ അതിനെ ഒന്ന് പ്രവർത്തിച്ച് 27 വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക, ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിന് വേണ്ടി വർക്ക് ചെയ്തിട്ട് ആ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ മറ്റൊരു എയർപോർട്ടിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഈ എയർപോർട്ടിലേക്ക് മാറ്റിയത്. ഗവൺമെൻറ് നിലവിലെ തീരുമാനമാണല്ലോ അതിന് വന്ന ശേഷം ഇതിന് മാറ്റങ്ങളൊക്കെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കണ്ട മാറ്റങ്ങൾ കുറേയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾക്ക് അതിൻ്റെ ഇൻറ്റേർണൽ ഫൈറ്റ്സിനെ പറ്റി നമുക്കൊന്നും അറിയില്ല. അതിനിപ്പോൾ നമ്മൾ പറയാൻ അർഹരല്ല. എങ്ങനെയാണ് താങ്കൾ കണ്ട പോസിറ്റീവ് എന്തൊക്കെയാണ് ദിനേശ് MD ആയി വന്നതിന് ശേഷം? അപ്പോൾ 38 ലക്ഷത്തിൽ ദിനേശ് 50 ലക്ഷത്തിലേക്ക് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണ്? പോസിറ്റീവ് വശങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ പറ്റി പറയുന്ന സമയത്ത് ഇവിടെ അദ്ദേഹം നിരന്തരം എയർലൈൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ പുതിയ എയർലൈൻസ് വരുന്നത് ആകാശമായിട്ട് ഇതിൻ്റെ ഡിസ്കഷൻ നടത്തിയത്. ആകാശ് ഇവിടെ ഓപ്പറേഷൻ തുടങ്ങാൻ വേണ്ടി പോകുന്നുള്ള അറിഞ്ഞത്. അങ്ങനെ പല ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരായിട്ട് ഒരുപാട് കൊല്ലത്തെ ബന്ധം നമ്മൾ കണ്ടിരുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ഗുണകരമാവുന്ന നമ്മളൊക്കെ വിശ്വസിക്കുക. ആ വിശ്വാസം ഇപ്പം നമുക്കുണ്ട്. റിസൾട്ട് വരുന്നുള്ള വിശ്വാസം ഉണ്ടെന്ന് മാത്രമല്ല. ബിക്കോസ് ഇതിലിപ്പം ഇത്രമാത്രം കാലങ്ങളോളം മുമ്പേ ഉണ്ടായിരുന്ന MD തുളസിദാസ് സാറ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് കാലം മറ്റുള്ള എയർവേഷൻ മേഖലയിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. അതിനുശേഷം വന്നൊരു ആളുന്നുള്ള നിലയിൽ അതിനുശേഷം വന്ന പല ആൾക്കാരും ഡോക്ടർ വേണു വന്നു, IAS. വേണു സാറിന് ഇവിടെ പകുതി ചാർജായിരുന്നു, 17 വേണ്ടത് അദ്ദേഹം ശരി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. അതിന് ശേഷം വന്ന ആൾക്കാരിൽ ഇവിടെ ശേഷം ഫുൾ ടൈം ആയിട്ട് വന്ന ഒരാൾ ഇദ്ദേഹമാണ്. അതൊക്കെ നമ്മൾക്കൊരു ഇപ്പോൾ പോയിന്റ് ഓഫ് കോളിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏവിയേഷൻ അതിനുള്ള ഗവൺമെൻറ് തലത്തിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഷെയർ ഹോൾഡറായിരുന്ന മിസ്റ്റർ പനക്കാട് പറഞ്ഞത് അത് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് അതിൻ്റെ ഇന്റേണൽ കാര്യങ്ങളാണ്. അത് നമുക്ക് കമൻറ്റ് ചെയ്യാൻ ഞാൻ എന്നോട് ഷെയർ ഹോൾഡർ ഓൾസോ ഞാൻ ഷെയർ ഹോൾഡർ അല്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റിയുള്ള ആധികാരികമായ അബ്ദുൽ ഖാദർ പറയുന്ന വിവരം മാത്രമേ താങ്കളുടെ കയ്യിലുള്ളൂ. അല്ലാതെ എനിക്ക് ഞാൻ മാൽഗുഡി എന്താണ് അദ്ദേഹം പറയുന്നതിനെ കുറിച്ച്? താങ്കൾ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ജേണി സംഘടനയുടെ സെക്രട്ടറി എന്ന നിലക്ക് അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അദ്ദേഹം MD പറ്റി പറയുകയാണെങ്കിൽ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പം സിൻസ് day one ഈസ് വെരി ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ദി എയർപോർട്ട്. എവറി മന്ത് ഹി സേസ് okay, whenever we go and meet him, he says next month definitely we'll get it. Next month definitely. But this has been for the last almost 1.5 years. സോ അപ്പോൾ ഇപ്പം ഈടെയായിട്ട് കാണുമ്പോഴും പറഞ്ഞു ഇന്ന് നാളെ അല്ല ഇന്ന് രാത്രി നാളെ എന്നുള്ള ആ ഒരു പ്രതീക്ഷയല്ല അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. POC കിട്ടുന്നത് അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അദ്ദേഹത്തിന് എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇവർ പറയുന്ന ഒരു അദ്ദേഹം ഒരു എയർപോർട്ടിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള, അതായത് വിജയിച്ച ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു എയർപോർട്ടിന്റെ നൂറ്റാണ്ട് കാലത്തെ പരിചയമുള്ള ആളാണ്. അപ്പോൾ അതിലൂടെ അതിനൊക്കെ അറിയാം ഇതിൻ്റെ പ്ലസും മൈനസും എവിടെയൊക്കെ അതിൻ്റെ പൾസൊക്കെ കിടക്കുന്നതൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷെങ്കിൽ നമ്മുടെ തട്ടിമുട്ടി നിൽക്കുന്നത് പോളിസി മാറ്റേഴ്സാണ്. ഫ്ലെക്സിബിൾ ഏവിയേഷൻ പോളിസി ഇല്ലെങ്കിൽ പ്രശ്നം തന്നെയാണ്. ടർബുലൻസ് നമ്മൾ ഫീൽ ചെയ്യും, തീർച്ചയായും ടർബുലൻസ് ഇനിയും ഫീൽ ചെയ്യും അൺലെസ് ആൻഡ് അൺടിൽ യു ചേഞ്ച് യുവർ പോളിസീസ്. സെൻട്രൽ ഗവൺമെന്റ്. പക്ഷെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അന്ന് ഞങ്ങൾ ഈ 3 ആവശ്യം ഉന്നയിച്ച് ഡൽഹി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്പർ 1 POC ഓക്കെ let them do, but second one we can do it here എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ ടു ഫാർ ഈസ്റ്റ് അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അടുത്ത മാസം. പിന്നീട് നമ്മൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ് അത് തൽക്കാലം വിടും, നമുക്ക് POC അല്ലേ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിടുമെന്ന് പറയാൻ കാരണം? ലെറ്റ് us focus on one thing എന്നാണ് അദ്ദേഹം പറയുന്നത്. POC കിട്ടി കഴിഞ്ഞാൽ എല്ലാം മാറിയില്ലേ? ശരിയാണ്, POC കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാനുള്ള തടസ്സങ്ങൾ താങ്കൾ കാണുന്നത് എന്തൊക്കെയാണ്? തടസ്സങ്ങൾ വെച്ചാൽ അതൊരു മെട്രോ സിറ്റി ആണെന്ന് അവർ പറയുന്ന വാലിഡ് പോയിന്റ്. കണ്ണൂർ മെട്രോ സിറ്റി ഒരിക്കലും കണ്ണൂർ അടുത്ത കാലത്തൊന്നും മെട്രോ സിറ്റി ആകുന്നില്ല. ഗോവയിൽ കിട്ടിയിരിക്കുന്ന മെട്രോ സിറ്റി ഗോവയായിട്ട് കമ്പയർ ചെയ്യാം. 4000 ഹോട്ടൽസ് ആണ് ഗോവയിൽ. ലാസ്റ്റ് 50 yearsന്റെ ഗ്രോത്ത് 4000 ഹോട്ടൽസ് ഉണ്ട് ഗോവയിൽ. 67 5-star ഹോട്ടൽസ്. അത്രമാത്രം ഗംഭീരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. അതിനെക്കാട്ടിയും പൊട്ടൻഷ്യലി നോർത്ത് മലബാറിലെ ടൂറിസം സെക്ടറിലുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് ഇവിടെ നടന്നില്ല? ജസ്റ്റ് ബിക്കോസ് ഓഫ് POC. ആ POC ഗോവയിൽ കിട്ടിയത് കൊണ്ടാണ് ഇത്രമാത്രം ഡെവലപ്മെന്റ് പറയുന്നത്.
കാരണം മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിലുള്ള ഫ്ലൈറ്റെല്ലാം വരാൻ തുടങ്ങി, ആളുകളുടെ ഒഴുക്കും വന്നു തുടങ്ങി. മാത്രമല്ല ലാസ്റ്റ് ഇയർ POC ഗോവക്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി. ലാസ്റ്റ് ഇയർ അവിടെയൊക്കെ പോയത്. അവിടെ പോയി പഠിച്ചു അടുത്ത എയർപോർട്ടിൻ്റെ എങ്ങനെ അവർക്ക് POC കിട്ടി, തികച്ചും ഈ ഫ്ലെക്സിബിൾ പോളിസിയിൽ അതിൽ നേരത്തെ നമ്മൾ പറയാം നാഷണൽ ഹൈവേ ഇവിടെ വളരെ ഗംഭീരമായി നടക്കുന്നു. അവിടെ പണ്ട് പറയും പോലെ കേന്ദ്ര സംസ്ഥാന വിരോധമൊന്നുമില്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഫാസ്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, പലരും മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ബ്രദേർലി റിലേഷൻസാണ്. നമ്മൾ നിതിൻ ഗഡ്കരിയും നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സാറിന് ഒരു ബ്രദേർലി റിലേഷൻഷിപ്പാണ് ഇത്രയും സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ കാര്യത്തിൽ നല്ല ഭാവിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തിരിച്ചു വരാം. അബ്ദുൽ ഖാദർ, ഈ 27 വർഷത്തെ എക്സ്പീരിയൻസ് അല്ല, കണ്ണൂർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ആദ്യത്തെ ലോഡ് മണ്ണിറക്കുമ്പോൾ ശ്രീ ദിനേശ് മേനോൻ അവിടെയുണ്ട്. അത് യാഥാർത്ഥ്യമായി ഇന്നത് ലോകത്തെ തന്നെ നമ്പർ 1 എയർപോർട്ടുകളിലൊന്നായി നെടുമ്പാശ്ശേരി വിമാനത്താവളം മാറിക്കഴിഞ്ഞു. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ ഇവിടെ വന്ന് ഇത്രയും ഒരു അത്രയും വലിയൊരു മാനേജിങ് ഡയറക്ടർ പോസ്റ്റിലിരിക്കുന്ന ഒരാൾക്ക് ഈ സാലറി അങ്ങനെ വലിയ സാലറി ആയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ? താങ്കളും വലിയൊരു പോസ്റ്റിലിരുന്ന് വന്ന ആളാണ്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ അദ്ദേഹം 25 കൊല്ലം 28 കൊല്ലം വർക്ക് ചെയ്തില്ല. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുന്നതിൽ ഏറ്റവും വലിയ റോള് കുര്യനെ പോലത്തെ ഒരു ഓഫീസറെ ഞാൻ എഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് ഇവിടെ കൊണ്ടുവരാത്ത കാലത്തോടെ അതെ പക്ഷെ ഡിഫറെന്റ് ലെവലിലാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ എയർപോർട്ടിൽ എത്ര കൊല്ലം ഇപ്പം തന്നെ ഇവിടെ നോക്കിയാലും 10-18 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, എവരിബഡി ബിക്കം ദ MD. ഇയാളെ ഇൻകോമ്പിറ്റൻസി ഞാൻ പറയാം, ഞാൻ പറഞ്ഞുതരാം. ഇൻകോമ്പിറ്റൻസി ഐ വാണ്ട് ടു പ്രൂവ് ദാറ്റ് ഈസ് നോട്ട് ഫിറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ സമയത്ത് നമ്മളെ സുഹൃത്ത് ചേംബറിൻ്റെ പ്രസിഡൻറ്റും ഉണ്ട്. ചേംബർ ഹാളിൽ കണ്ണൂർ എയർപോർട്ടും അതായത് അതിൻ്റെ കാർഗോ മാനേജറും മറ്റ് ഫ്രൈറ്റ് സർവീസ് കാർഗോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രാവിഡ് ഏവിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയായിട്ട് കരാറിൽ വെച്ചിട്ട് അവിടെ ഇദ്ദേഹം അവഹേളിച്ചത് നിങ്ങൾ അവിടെയുള്ള സീനിയർ സ്റ്റാഫിനോട് ചോദിക്കണം. മിസ്റ്റർ രമേശോ അവിടെ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇയാൾ റെഫർ ചെയ്തിട്ട് എനിക്കൊരു കമ്പനി ഉണ്ട് കണ്ണൂർ ഇൻ്റർനാഷണൽ ഫ്രൈറ്റ് ഫോർവേഡിങ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് ഞാനത് ഡ്രാവിഡുമായിട്ട് നമ്മളൊരു എഗ്രിമെൻ്റ് എക്സിക്യൂട്ടഡ്. എന്നിട്ട് അവിടെ 20 lakhs ഇപ്പം എൻ്റെ അവിടെ മുടങ്ങിക്കിടക്കുകയാണ്. അത് എന്നിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ ഇത് വെച്ചാൽ ഈ ഡ്രാവിഡ് ഏവിയേഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് പോലീസ് മൈതാനിയിലല്ല, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി 2 മിനിസ്റ്റേഴ്സ്. ആരാണ് ഈ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ചെയർമാൻ? മുഖ്യമന്ത്രിയാണ്. 2 മിനിസ്റ്റേഴ്സ് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി ടെർമിനലിൽ കാത്തു നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ കാർഗോ എത്ര ട്രേഡേഴ്സിന് അന്ന് നഷ്ടം വന്നിട്ടുണ്ട്. അത് സംഭവിച്ചത് ആ ഫ്ലൈറ്റ് ഇത് വരുമെന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് വന്നിട്ടില്ല. ഇന്ന് വരെ ആ ഫ്ലൈറ്റ് വന്നിട്ടില്ല. he cannot put a complaint against Dravid Aviation. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഞാൻ അതിലേക്ക് ഹീസ് ഇൻകോമ്പിറ്റൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഞാനൊരു എഗ്രിമെൻ്റ് എഴുതിയിട്ട് 20 lakhs ഡ്രാവിഡിനാണ് ഡിപ്പോസിറ്റ് ചെയ്ത്. അത് വരായിട്ട് നമ്മളത് തിരിച്ച് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് നൗ ദർ ഇസ് എ സിവിൽ കേസ് ഈ മാസം ഇടുന്നുണ്ട്. ഞാൻ അതിന് ഹൈക്കോടതിയിൽ പോയിട്ട് വലിയ സീനിയർ ലോയേഴ്സ് അതെ എല്ലാം അറിയാം. ഹൈക്കോടതിയിൽ പോയിട്ട് ലോയേഴ്സ് എടുത്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക്, അബ്ദുൽ ഖാദർ, how your MD allow somebody to operate without having a proper written contract or agreement? This is a public limited company. ഒരു എഗ്രിമെൻറ്റും എക്സിക്യൂട്ട് ചെയ്യാതെ വാക്കാലുള്ള ഒരു ഇതിൻ്റെ പേരിൽ ഡ്രാവിഡ് ഏവിയേഷനോട് എയർപോർട്ടിൽ വെച്ചിട്ട് കാർഗോ ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഷാർജക്ക് പിന്നെ ഖത്തറിലേക്ക് ഇതിൻ്റെ എന്നിട്ടാണ് അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇത് ഇവരുമായിട്ട് ഡ്രാവിഡായിട്ട് നോട്ട് വിത്ത് കിയാലല്ല. എന്നിട്ട് അത് വന്നിട്ടില്ല. അന്ന് പറഞ്ഞത് അനൗൺസ് ചെയ്ത് യഥാർത്ഥ പ്രശ്നം താങ്കളുടെ 20 ലക്ഷം ബ്ലോക്ക് ആയതാണ്. അല്ലല്ല അത് വേറെ ദാറ്റ് ഇസ് എ ടോട്ടലി ഡിഫറെന്റ് ഇഷ്യൂ. ഇതല്ല ഞാൻ പറഞ്ഞത്. അന്ന് 2 മന്ത്രിമാർ അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ തിന്നിട്ട് അവിടെ അനൗൺസ് ചെയ്ത് നിങ്ങൾ പത്രക്കാരോട് ചോദിച്ചാൽ അറിയാം, ഡ്യൂ ടു ടെക്നിക്കൽ റീസൺ ഇന്ന് ഫ്ലൈറ്റ് ഇല്ല, നാളെ 11 മണിക്ക്. പെറിഷബിൾ കാർഗോ ആണ് ആ ഫ്ലൈറ്റിൽ പോകേണ്ടത്. ഓണത്തിന് വേണ്ടത് ഫ്ലവേഴ്സ് പോകേണ്ടതുണ്ട്. ഞാൻ ബുക്ക് ചെയ്ത് ആ സാധനമൊക്കെ നഷ്ടപ്പെട്ട് എത്ര ട്രേഡേഴ്സിനെ നഷ്ടപ്പെട്ട് ഇതില്ലത് ഇതൊന്നും ഇല്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഇദ്ദേഹത്തിൻ്റെ കൊള്ളരുതായ്മ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ he has to write a letter. ആ കമ്പനിക്കെതിരായിട്ട് ഒരു നോട്ടീസ് അയക്കണ്ടേ?
ഈ ഡേറ്റ് വരെ ഞാൻ ഒഫീഷ്യലായിട്ട് ഒരു ലെറ്റർ ഞങ്ങളെ കമ്പനീൻ്റെ അയച്ചു, ഡിഡ് യു ടേക്ക് എനി ആക്ഷൻ? അതിന് മറുപടി പോലും വന്നിട്ടില്ല. എന്നിട്ടാണ് എൻ്റെ അടുത്ത് സീനിയർ അഡ്വക്കേറ്റ്സ് ആയിരുന്ന ഹൈക്കോർട്ടിലുള്ളത് പറഞ്ഞത്, വാട്ട് എ സ്റ്റുപ്പിഡ് ആക്ഷൻ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കിയാൽ ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലൊക്കെ ഗവൺമെൻറ് എന്തിനാണോ IAS ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ദ റീസൺ always IAS officers always look for the document and for the written contracts. വാക്കാലും പറഞ്ഞ് സമ്മതിച്ചിട്ട് ഇയാൾക്ക് എങ്ങനെയെങ്കിലും IAS-കാരെക്കാൾ നന്നായി പെർഫോം ചെയ്ത ഓഫീഷ്യൽസ് ഒത്തിരി എല്ലാം ഉണ്ടാവും. പക്ഷെ ഇവിടെ ഡോക്യുമെന്റ് അദ്ദേഹം ഇല്ലാതെ, നിങ്ങൾക്കറിയാം ഒരു എയർപോർട്ടിൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉള്ളതാണ്. അവിടെ അന്ന് ഫയറിൻ്റെ ആൾക്കാർ, മുഖ്യമന്ത്രി, 2 മാസം പാലറ്റ് വന്ന് ഇന്ത്യൻ എയർലൈൻസിൻ്റെത് ഇവരെ പാലറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സാമഗ്രികൾ കൊണ്ടാന്ന് എല്ലാം നടന്നത്. അപ്പം ട്രെയിലേഴ്സിന് നഷ്ടം പറ്റി. ചേംബർ ഹാളിൽ വെച്ചിട്ടാണ് അനൗൺസ് ചെയ്തത്, ജനങ്ങൾക്ക് നഷ്ടം പറ്റി. MD-ന്റെ 100% ഐ സേ, നോട്ട് ഓൺലി മീ, ഇൻഡസ്ട്രീസിലുള്ള മുഴുവൻ ആൾക്കാരും ഇൻക്ലൂഡിങ് സീനിയർ ഓഫീസേഴ്സ് പോലെ അവർക്ക് ഞങ്ങൾ മെമ്മോറാണ്ടം കൊടുത്തതിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് MOCക്കും കൊടുത്തിട്ടുണ്ട്. ഇനിയും അത് നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എനിക്കറിയാൻ പറഞ്ഞ ഇവിടെ നടക്കുന്ന കിടകാര്യസ്ഥത 100 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ ടേക്ക് അപ്പ് ദ മാറ്റർ ആസ് പെർ ദ കമ്പനി ആക്ട് പ്രകാരം. അത് ശ്രീ രമേഷ് കുമാർ, ഒരു കാര്യം, ഈ പൊളിറ്റിക്കൽ ഡിസിഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പോയിന്റ് ഓഫ് ഇത് കിട്ടാതിരിക്കുന്നതിന് കാരണം ഈ നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് പ്രൈം മിനിസ്റ്ററെ ഇൻവൈറ്റ് ചെയ്യാതിരുന്നതാണ് എന്ന നിലക്ക് വലിയൊരു റൂമർ കിടക്കുന്നുണ്ട്. പ്രൈം മിനിസ്റ്റർ ഒഴിവാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി അതിൻ്റെ ഉദ്ഘാടനം നടത്തി എന്നുള്ളതാണ് എന്ന നിലയ്ക്ക് എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? ആ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? പറയുന്നതിനെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. ഇതിനെ പറ്റിയിട്ട് നമ്മൾക്കെല്ലാവരും നിങ്ങളെ പറഞ്ഞ പോലെ ഞാനും കേട്ടിട്ടുണ്ട്. ഇത് ഡൽഹി പോയ സമയം ഞാൻ ഡൽഹിയിലുള്ള കുറച്ചും രാഷ്ട്രീയത്തിലെ പൗരപ്രമുഖമായിട്ട് ഡിസ്കഷൻ ഞങ്ങളുണ്ടായിരുന്നു. അവരുടെ ഭാഗത്തു നിന്ന് എങ്ങനെയെങ്കിലും ഈ ഇന്റർനാഷണൽ എയർപോർട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യം അവിടെയും കേട്ട വർത്താനം ഇത് തന്നെയായിരുന്നു. അതിന് പൊളിറ്റിക്കൽ ഗഡ്ജ് അതിലുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കുന്നു. നമുക്ക് ആധികാരികം പറയാൻ എല്ലാവരും പറയുന്നു, എല്ലാം പറയുന്നുണ്ട് അതിനെപ്പറ്റി. പക്ഷേ അത് ഒരു PM വന്നിട്ടുണ്ടെങ്കിൽ, പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത് ഈ മേക്ക് സം അനൗൺസ്മെൻറ്റ്സ്, എന്തെങ്കിലും 2 months അദ്ദേഹം ചെയ്ത് നടത്തുമായിരുന്നു. ഇപ്പോൾ നമ്മൾ PM, നമ്മൾ CM, നമ്മൾ കേരളത്തിൻ്റെ CM-ന് പറ്റാത്ത കാര്യമാണത്. അദ്ദേഹത്തിന് പ്രവർത്തിക്കാന്നല്ലാതെ കൂടുതൽ പ്രഷർ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് കീഴിലുള്ള കാര്യമാണ്, കേന്ദ്ര കീഴിലുള്ള കാര്യമാണ്. പക്ഷേ ഒരു PM വന്നിരുന്നെങ്കിൽ PM വിൽ അനൗൺസ്. PM അതിനെപ്പറ്റി നാളെ ആർക്കും പറയാം, നിങ്ങൾ ഉദ്ഘാടനം ചെയ്ത എയർപോർട്ടാണ്, അതിൻ്റെ സ്ഥിതി ഇങ്ങനെയാണെന്ന് പറയാം. അത് പറയാൻ പറ്റാത്ത അവസരമായിപ്പോയത്. അതൊരു തന്നെ ശരിക്കും സത്യത്തിൽ PM വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയായിരുന്നു, വിത്തിൻ 1 year ദിസ് എയർപോർട്ട് ഗോയിങ് ബിയോണ്ട് പോയിന്റ് ഓഫ് കോൾ എന്ന് പറഞ്ഞാൽ പോയില്ലേ. ഈ ഫൈറ്റ്, ഈ പറയുന്ന വിഷയം ലൈവായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇതിനാരും പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ പോയിന്റ് ഓഫ് കോളിന് വേണ്ടിയിട്ടുള്ള ഓട്ടം എവിടെ എത്തും? എന്താണ്? നിരന്തരം ശ്രമിക്കുക തന്നെ. ബിക്കോസ് സർക്കാർ തലത്തിലുള്ള കാര്യമാണ്. എല്ലാവരും ഒത്തുപിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡിസിഷൻ വരേണ്ട ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതെ, ഇവരെല്ലാം പലരും പോയി, എല്ലാവരും കണ്ടു കഴിഞ്ഞു. മന്ത്രിമാർക്ക് തീരുമാനം എടുക്കാൻ പറ്റിയ ഒരു വിഷയം അല്ലാതെ ഇത് മാറി. എല്ലാം അതെ, ശരിയാണ്, യാഥാർത്ഥ്യം അതാണ്. ശരിയാണ്. ഇപ്പൊ ഒരു വകുപ്പ് മന്ത്രിക്ക് മാത്രം ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. ആ നിലയിലേക്ക് ഇതിന്റെ കാര്യങ്ങൾ നടന്നു. നമുക്ക് 6 വർഷം കൊണ്ട് മനസ്സിലായ കാര്യമാണ്. പല വഴിക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ഈ എത്ര ശ്രമിച്ചാലും പ്രൈം മിനിസ്റ്ററിലേക്ക്, അല്ലെങ്കിൽ അമിത്ഷായിലേക്ക്, അല്ലെങ്കിൽ BJP-യുടെ നേതൃത്വത്തിലേക്ക് ഈ കാര്യം എത്തിയിട്ട് ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇത് നടക്കില്ല എന്ന് തന്നെയാണ് ഇത്രയും കാലത്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ മനോഹർ? അപ്പോൾ ഇനി എന്ത്? ഞങ്ങളെ സംബന്ധിച്ച് പറയാൻ, ഇത് കണ്ണൂരിൻ്റെ വികസനം, നോർത്ത് മലബാറിൻ്റെ വികസനം, ഈ വികസനം വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയെ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് അടുത്ത് തന്നെ PM-നെ പോയി കണ്ടിട്ടും അതിന് ഉള്ള ആൾക്കാരെ, വിധത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ട് ഇതിൽ സമ്മർദ്ദം ചെലുത്തി, തെലങ്കാന വഴി പോയതുപോലെ അതുപോലെ PM-ന്റെ അടുത്തിട്ട് PM-നോട് കാര്യങ്ങൾ പണി തുടങ്ങിയിട്ടുണ്ട്, ഇല്ലാതെ പറയാൻ പറ്റില്ല, പണി തുടങ്ങിയിട്ടുണ്ട്. PM-നെ കണ്ടിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനും മാത്രമല്ല, നമ്മൾക്ക് പോയി പറയുന്നത് ഒരു ഏരിയ ഡെവലപ്മെൻറ്റാണ്. ദിസ് ഇസ് എ ഗേറ്റ് വേ ഓഫ് ഡെവലപ്മെൻറ്റ്. എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഗേറ്റ് വേ. ഈ ഗേറ്റ് വേ നമ്മൾ തരണം ചെയ്ത് കഴിഞ്ഞാൽ നോർത്ത് മലബാറിൻ്റെ എല്ലാ മേഖലയിലും ഡെവലപ്മെൻറ്റ്സ് വരും. എസ്പെഷ്യലി ടൂറിസത്തിൻ്റെ കാര്യത്തിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ഇവിടെ സംഘടന തന്നെ രൂപീകരിച്ചു, നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ. കഴിഞ്ഞ 2 വർഷമായിട്ട് നോർത്ത് മലബാർ ടൂറിസം ബസാർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ പ്രോഗ്രാം നടത്തി കഴിഞ്ഞു. ഏകദേശം 200ഓളം ടൂർ ഓപ്പറേറ്റേഴ്സ്, ഈ കേരളത്തിന് വെളിയിലെ ടൂർ ഓപ്പറേറ്റേഴ്സ് ഇവിടെ വരികയും ഇവിടെയുള്ള ഡെസ്റ്റിനേഷൻ ഷോക്കേസ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ടൂറിസത്തിൻ്റെ വികസനത്തിൻ്റെ പാതയിലാണ്. ടൂറിസം വികസനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കയ്യിൽ കുറേ ഡോക്യുമെൻറ്റേഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ലോട്ട് ഓഫ് ഡോക്യുമെൻറ്റേഷൻ. ഈ ഡോക്യുമെൻറ്റേഷൻ വെച്ചുകൊണ്ട്
എമ്മിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് പറയാം. ബിക്കോസ് കാച്ച്മെൻറ്റ് ഏരിയ, ഇവിടെയുള്ള UAE-യിലുള്ള ഡിമാൻഡ്, യാത്രകളുടെ ഡിമാൻഡ്, അതൊക്കെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ട് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് POC അനിവാര്യമാണെന്ന അല്ല, കാര്യം കണ്ണൂരിന് ഇത് അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടാവില്ല. PMൻ്റെ ഇടയിൽ ഞങ്ങൾ പ്രൈം മിനിസ്റ്റർ തമ്മിലുള്ള ഒരു പേഴ്സണൽ ഉണ്ടായിട്ടുള്ള ഒരു അസ്വസ്ഥതയാണ് ഇതിൻ്റെ പിന്നിൽ. അല്ലാതെ കണ്ണൂരിനിപ്പം ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഗോവക്ക് കൊടുക്കാമെങ്കിൽ കണ്ണൂരിന് കൊടുക്കുന്നതിന് വേറെ തടസ്സമൊന്നുമില്ല. പക്ഷേ പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഇതിനകത്ത് വരേണ്ടത്. ഇനി ഡിസിഷൻ വേണ്ട നിങ്ങൾ പറഞ്ഞ പോലെ PMൻ്റെ ഭാഗത്തു നിന്നാണ്. PMനെ കണ്ടിട്ട് ഈ കാര്യങ്ങളെ അവതരിപ്പിക്കാനുള്ള ശ്രമം നോർത്ത് ബറോഡ ചേംബർ ഓഫ് കോമേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയക്കാരെന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയക്കാരും അതിനെപ്പറ്റി എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാ നിലപാടെന്താണ്? എല്ലാവർക്കും ഇതിൻ്റെ കണ്ണൂരിൻ്റെ വികസനം അവരിൽ ഒറ്റക്കെട്ടാണ് പറയുന്നുണ്ടെങ്കിലും ഒരു പണിയെടുത്തതായിട്ട് കാണുന്നു, പ്രവൃത്തിയിൽ നമ്മൾ കാണാൻ പറ്റുന്നില്ല. അതൊരു പണി വേണ്ടത്ര അവർക്കൊക്കെ താല്പര്യമുണ്ട്, അവർക്ക് എല്ലാവർക്കും താല്പര്യമുണ്ട്. താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ല. അവരെല്ലാം എല്ലാ MP-മാരും ഒരുമിച്ച് പ്രൈം മിനിസ്റ്റർ കണ്ടുകൂടെ ഈ വിഷയത്തിൽ? എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നില്ല? ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, അതും ആ പദ്ധതിയിലെ വർക്കും നടക്കുന്നുണ്ട്. നമ്മളെ 20 MP-മാർ ഒരുമിച്ച് പ്രൈം മിനിസ്റ്ററെ കണ്ട് ഈ കാര്യം ആവശ്യപ്പെട്ടാൽ ഇവർ MP-മാർ മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ PMൻ്റെ വിധത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ കൂട്ടി കാണണം എന്നുള്ള ഉദ്ദേശം ഞങ്ങൾക്കുള്ളത്. കൂട്ടത്തിൽ വേണ്ടേ മുഖ്യമന്ത്രി? ഞങ്ങളിപ്പോൾ ഏവിയേഷൻ മിനിസ്റ്റർ കണ്ട സമയത്ത് അദ്ദേഹം ഞങ്ങളോട് പറയുന്ന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേര് 3 പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി CM has informed me everything. We have discussed, we have met him last week. ഇതൊക്കെ 2-3 പ്രാവശ്യം മിനിസ്റ്റർക്ക് അറിയില്ല ഇങ്ങനെ ഒരു വിഷയം ഇവിടെ കിടക്കുന്നുണ്ടെന്ന്. അറിയോ? എല്ലാ വിഷയത്തിൽ ഞങ്ങൾ അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ പറയുന്നല്ലാണ്ട് ഞങ്ങൾക്ക് നീക്കിട്ട് അദ്ദേഹത്തിനോട് പറയാൻ പറ്റില്ല. അങ്ങനെ ചില പരിമിതിയുണ്ട്. ജയദേവൻ, താങ്കൾ പറഞ്ഞല്ലോ നിതിൻ ഗഡ്കരിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ളൊരു ലൈസൺ, ഒരു അവർ തമ്മിലുള്ള ഒരു സൗഹൃദം ദേശീയപാതയുടെ വികസനത്തിന് ഘടകമായി മാറിയെന്ന്. അത്തരത്തിലുള്ള ലൈസൺ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ടൈം നമ്മളെ പ്രഭാത സദസ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിൽ ഞങ്ങൾക്കൊരു അവസരം ഉണ്ടായിരുന്നു ഇത് അവതരിപ്പിക്കാനുള്ള. ആ അവസരത്തിൽ ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ മുഖ്യമന്ത്രിയോട് നേരിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനുശേഷം കുറച്ച് വൈകിയാണെങ്കിൽ 1.5 മാസത്തിന് ശേഷം അദ്ദേഹം ഇതിൽ ഇടപെട്ടു. നമ്മൾ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി നേരിട്ട് പ്രധാനമന്ത്രിയെ കണ്ട് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാണ്. എന്നുവെച്ചാൽ എന്തെന്ന് വെച്ചാൽ ഈ മിനിസ്ട്രി ലെവലിൽ മുന്നോട്ട് പോവില്ല, പോളിസി മാറ്റേഴ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇനിയിപ്പം അതിനെ ഗെറ്റ് ഓവർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഹോം മിനിസ്ട്രി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി പ്രൈം മിനിസ്റ്ററുള്ള പൊളിറ്റിക്കൽ ഡിസിഷൻസ് വരണം. അതിനുവേണ്ടി ഇടപെടാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രി നേരിട്ട് പ്രൈം മിനിസ്റ്ററോട് ആവശ്യപ്പെട്ടു. പ്രൈം മിനിസ്റ്റർ സിവിൽ ഏവിയേഷൻ വകുപ്പിനോട് വിട്ടുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് തീരുമാനം പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് സിവിൽ ഏവിയേഷൻ വകുപ്പിൽ നിൽക്കില്ല പ്രശ്നം. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ഹോട്ടലാണ് അല്ല, അതെ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നത് അതിലും മേലെയുള്ള എങ്ങനെയാണ് ഈ തവണത്തെ ഡൽഹി ഓപ്പറേഷൻ എങ്ങനെയാണ് നമ്മൾ ശ്രമിക്കുന്നത്? ഹോം മിനിസ്ട്രിയുടെ അപ്പോയിൻമെൻ്റ് ആണ്. അത് ഓൾമോസ്റ്റ് കിട്ടും തന്നെയാണ്. നമ്മൾ എന്താണ് ആഭ്യന്തരമന്ത്രി കണ്ടുകൊണ്ട് എന്താ കാര്യം? പ്രൈം മിനിസ്റ്റർ ഡിസിഷൻ എടുക്കാൻ ആഭ്യന്തരമന്ത്രി വിചാരിച്ച കഴിയും. അതാണ് നമ്മുടെ വിശ്വാസം, അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ആ ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങളെ കണ്ട് അതൊക്കെ പറഞ്ഞ് അവർ പറയുന്നത് ഇന്ത്യൻ എയർലൈൻസിൽ പ്രൊമോട്ട് ചെയ്യുകയാണ് ഉദ്ദേശം. ഈ POC കൊടുക്കുന്നതിലുള്ള ഉദ്ദേശം എന്തുകൊണ്ട് ഇവിടെ കൊടുക്കുന്നത് ഇന്ത്യൻ എയർലൈൻസ് പ്രൊമോട്ട് ചെയ്യുക. പക്ഷേ ഇന്ത്യൻ എയർലൈൻസ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ എയർലൈൻസ് ഓപ്പറേറ്റ് ചെയ്ത എല്ലാ സ്ഥലത്തും അവർ നഷ്ടത്തിൽ കൂത്തിരിക്കുക. ഗോവയറിൻ്റെ അവസ്ഥ മെയിൻ്റനൻസ് ചെയ്യാൻ പോലും അവർ പറ്റുന്നില്ല. തുടങ്ങിയാൽ മിക്ക എയർലൈൻസും കൂട്ടിയിരിക്കുന്നു. പക്ഷേ ഇവർ ഇന്ത്യൻ എയർലൈൻസ് പ്രൊമോട്ട് ചെയ്ത് അവർ വളരുമ്പോൾ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കാതെ നമ്മളെ വികസനം കംപ്ലീറ്റ് താറുമാറാവും. നമ്മൾ എത്ര നാളെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും? അത് സാധിക്കും. അപ്പോൾ അത്രത്തോളം ഉദാഹരണത്തിന് 1000-ഓളം ഫ്ലൈറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യ എയർലൈൻസ്. ഇന്ത്യൻ ഒറിജിനൽ ആയിട്ടുള്ള കമ്പനീസ് 1000-ഓളം ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഡെലിവറി ആകുമ്പോഴേക്ക് 10 കൊല്ലം എടുക്കും. 10 കൊല്ലം നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? 10 കൊല്ലം എടുക്കും. പുതിയ ഉണ്ടാക്കി വരുമ്പോൾ 10 കൊല്ലം വേണം ഡെലിവറി ആണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഓരോരോ അവരെ ടൈം ടു ടൈം ഡെലിവറി മാത്രം. അല്ല, ഒരു വീക്ക് ഒരു ഫ്ലൈറ്റാണ് വരാൻ പറ്റുള്ളൂ. ഒരു വീക്കിൽ ഒരു ഫ്ലൈറ്റ്. അപ്പോൾ 50 ഫ്ലൈറ്റ് ഒരു കൊല്ലം. ഞാൻ മനസ്സിലാക്കി വെച്ച് ഡാറ്റ ഇല്ല, അത് ഒരു പാർട്ടിക്ക് മാത്രമായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റൂലല്ലോ. ഇവരെ ടാറ്റ ബുക്ക് ചെയ്ത മാതിരി വേൾഡിലുള്ള മറ്റു ആൾക്കാരും ഒക്കെ ബുക്ക് ചെയ്യണം. അപ്പോൾ മുഴുവൻ ടാറ്റ കഴിഞ്ഞ് അവർ കൊടുക്കൂല. അപ്പോൾ അത് ഒരു അത്യാവശ്യം ടാറ്റക്ക് കിട്ടാൻ പോകുന്നത് ചൈനയിലുള്ള ഓർഡർ അവർ ക്യാൻസൽ ചെയ്തു. ആ ഓർഡർ ടാറ്റക്ക് തൽക്കാലം കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ടാറ്റ കുറച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേങ്കിൽ കണ്ണൂരിൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു റീഷഫ്ലിംഗ് ടാറ്റ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ചൊക്കെ ഫ്ലൈറ്റ് അവിടെ വിഡ്രോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എയർ ഇന്ത്യ ഇപ്പോൾ കണ്ണൂരില്ല.
എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക? അവർ റീഷഫ്ലിംഗ് നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഫ്ലൈറ്റ് കാണിച്ചാൽ അവൈലബിലിറ്റി തന്നെ ആയിരിക്കുന്നതാണ് എൻ്റെ ഇഷ്യൂ. ഫ്ലൈറ്റ് ഇല്ല. ഇല്ല, അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ കണ്ണൂരിൻ്റെ ടൂറിസത്തെ ബാധിക്കുന്നു, കണ്ണൂരിലെ എംപ്ലോയ്മെൻറ്റിനെ ബാധിക്കുന്നു, ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ഗ്രോത്ത് ഒക്കെ ബാധിക്കുന്നു ഈ ഒരു ഡിലേ കൊണ്ട്. നമുക്ക് എത്ര നാൾ ഒരു ഫ്ലൈറ്റിന് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള എയർലൈൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകണോ? അതുപോലെ പറഞ്ഞത് ഏവിയേഷൻ പോളിസി ഫ്ലെക്സിബിൾ ആയിരിക്കണം, ഡിപ്പെൻസ് ഓൺ സിറ്റുവേഷൻ, ഡിപ്പെൻസ് ഓൺ ലൊക്കേഷൻ, സ്ട്രാറ്റജിക് ഡിസിഷൻ എടുക്കണം. കേരളത്തെ സംബന്ധിച്ചോളം ഡെൻസ്ഡ് പോപ്പുലേഷൻ ഓഫ് NRIs, നല്ല ടൂറിസം പൊട്ടൻഷ്യൽ, അതൊക്കെ കൺസിഡർ ചെയ്യണം. അങ്ങനെ ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ വേണം. ഇങ്ങനെ ഒരു ഹോൾ ഇന്ത്യ വി കനോട്ട് ഹാവ് എ സിംഗിൾ പോളിസി ഫോർ എവറിത്തിങ്. സോ ഡിപ്പെൻസ് ഓൺ ലൊക്കേഷൻ, സ്ട്രാറ്റജിക് ലൊക്കേഷൻ നോക്കിയിട്ട് അതിന് വേണ്ടതായ പോളിസി അഡോപ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ പോക്കിന് നിങ്ങൾ എന്തായാലും ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പ്രൈം മിനിസ്റ്ററിലേക്ക് പോകുന്നില്ല, അമിത്ഷായിലെത്തി നിൽക്കുകയാണ്. നമ്മൾ ലെറ്റർ അയക്കുന്നുണ്ട്, പക്ഷേ അത്രമാത്രം അമിത്ഷായെ കാണാൻ ഏത് വഴിക്കുള്ള ഓപ്പറേഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എല്ലാ എംപിമാരും മുഖേനയും രാഷ്ട്രീയ നേതാക്കൾ മുഖേന ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയും ഞങ്ങൾ ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയ നേതാക്കളെ സത്യത്തിൽ നിങ്ങൾ എടുക്കുന്ന ഈ പണി എടുക്കേണ്ടത് രാഷ്ട്രീയക്കാരല്ലേ? അല്ല, അവരാകുമ്പോഴേ അവർക്ക് ഇൻഡിവിജ്വൽ, അവർക്ക് ഓരോ പർട്ടിക്കുലർ പ്രസ്ഥാനത്തിന് മാത്രമേ പോകാൻ പറ്റൂ. അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല? ഒന്നിച്ചു പോകാൻ ഞങ്ങളെ പുറത്താക്കാറുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയി സംഭവിച്ചു, നേടിയെടുത്തു ജംബാൽകാശ്. അപ്പം നമ്മളെ എല്ലാവരെയും ഒരു കുടക്കുകളിൽ കൊണ്ടു നടക്കാനുള്ള ഒരു ബോഡിയായിട്ട് മുന്നിട്ടെടുക്കാൻ പറ്റുന്നു. എന്താണ് അബ്ദുൽ ഖാദർ, ഇനി എന്താണ് എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ യഥാർത്ഥ ഷെയർ ഹോൾഡേഴ്സ്, അതായത് കണ്ണൂർ ഇന്റർനാഷണൽ ഷെയർ ഹോൾഡേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് രൂപീകരിച്ച് അതിൻ്റെ ബൈലോ പ്രിപ്പയർ ചെയ്യാണ്, ട്രേഡ് മാർക്കിൻ്റെ ഇതൊക്കെ പോകാൻ. നമ്മൾ ഇതിൻ്റെ സമരമുറകൾ ഇതിനെ നശിപ്പിക്കലല്ല, ഇതിനെ ശുദ്ധീകരിച്ചെടുക്കലാണ്. ഇപ്പം അത് മാറ്റണം. MD അല്ലല്ലോ, MD ഈസ് എൻ എംപ്ലോയി. സാധാരണ MD-നൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവിടെ അതല്ല, ഇതാണ് വേറൊരു ഇഷ്യൂ. ഇവിടെ അല്ല, കേരള ഗവൺമെൻറ് ഒരിക്കലും നേരത്തെ CNAG റിപ്പോർട്ട് 2018 വരെ ഓഡിറ്റ് ഉണ്ടായിരുന്നു. 18 വരെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇൻവോക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം പറഞ്ഞത് ഇത് ഗവൺമെൻറ് സ്ഥാപനമല്ല, ഇറ്റ്സ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അത് CNAG റിപ്പോർട്ട് ഇതിന് ബാധകമല്ല എന്ന് പറ്റി. അത് വേറൊരു പ്രശ്നം നടക്കുന്നുണ്ട്, റൈറ്റിൻ്റെ ഒരു കേസും ഇവിടെ കമ്മീഷനിൽ നടക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ഇത് പറഞ്ഞിട്ട് പക്ഷേ എല്ലാ അപ്പോയിൻമെൻറ്റും നടത്തുന്നത് ഗവൺമെൻറ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബൈ ജിയോ എന്ന് പറഞ്ഞിട്ട് സാലറി കൊടുക്കുന്നത്, സാലറി ഇൻക്രീസ് ചെയ്യുന്നത് ഫൈനാൻസ് ഡയറക്ടറാ, 38% ഉണ്ട്. അതും അസോസിയേറ്റഡ് കമ്പനീൻ്റെ വരുമ്പോൾ ഇത് വേറൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ REC റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കമ്പനി എന്ന് പറഞ്ഞിട്ട് പഞ്ചനക്ഷത്ര റാങ്കുള്ള ഒരു കമ്പനി ബോംബെയിൽ നിന്ന് കണ്ണൂർ എയർപോർട്ടിന് 1707 കോടി രൂപ ലോണ് കൊടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് അത് എപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1707 അതെന്തിനാണ് എടുത്തത്? ഇവിടെ കാനറ ബാങ്കിൻ്റെ ഇതിലുള്ളത് 1000 കോടി രൂപ NP ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അത് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ട്. അത് 21 വർഷത്തേക്കുള്ള ലോണ് 9% ഇൻക്രീസ് 1%. അതിന് ഗവൺമെൻറ് ആണ് ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ളത്. അവരുടെ ആ കോപ്പി അവരുമായിട്ടുള്ള സൈൻ ചെയ്തതിൻ്റെ ഇപ്പം എല്ലാം അവൈലബിൾ അല്ലേ? വി ഹാവ് ദ കോപ്പി ഓഫ് ദ എഗ്രിമെൻറ്റ് സൈൻഡ് ബിറ്റ്വീൻ ദ REC ആൻഡ് ഇതിൻ്റെ. അത് സൈൻ ചെയ്തത് MD, ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറിമാരും ഉണ്ടായിരുന്നു സാക്ഷ്യം. ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുള്ളത് ആരാണ്? ഗവൺമെൻറ്റിൻ്റെതാ ഗ്യാരണ്ടി. അവർ പറഞ്ഞു ഒരു ഡയറക്ടറി അവർക്ക് കൊടുക്കണം. ഇതൊക്കെ അവരെ എന്നാൽ മാത്രമേ അവർ 1700 ഒക്കെ കൊടുത്തിട്ട് തിരിച്ചടക്കണ്ടേ? അല്ല, അതന്നെ അതിന് വേണ്ടിയിട്ട് അവരെ കണ്ടീഷൻസ്. 2500 കോടിയുടെ അസറ്റ് ഉണ്ടല്ലോ നമുക്ക് അവിടെ. ഷെയർ വാല്യൂ ഉള്ളതെന്ന് പറഞ്ഞാൽ മൊത്തം 1338 crores ആണ് ഷെയർ വാല്യൂ ആയിട്ടുള്ളത്, റെക്കോർഡിക്കലായിട്ട്. ഐ എം ടോക്കിംഗ് എവറിത്തിങ് ഓൺ ദ റെക്കോർഡ്. അതിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഷെയർ ഡയറക്റ്റ് ആയിട്ടുള്ളത് 525 കോടി. ഇറ്റ് ബിക്കംസ് 39.23% വരും. ഗവൺമെൻറ്റിൻ്റെ അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ് ഇതര മറ്റ് സ്ഥാപനങ്ങളുടെ ഷെയറൊക്കെ കൂട്ടിയാൽ 65% ഷെയർ വരും. ഗവൺമെൻറ് എന്നിട്ടും പറയാണ് CNAG ഓഡിറ്റ് ഇവിടെ പാടില്ല,
ഇവിടെയാണ് വിരോധാഭാസം എന്ന് പറയുന്നത്. ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് കാര്യങ്ങൾ ഓഡിറ്ററെല്ലാം നിയമിക്കേണ്ടത്. ബാക്കിയുള്ള നിയമനങ്ങൾ നടത്തുന്നത് ഇതൊക്കെ ഗവൺമെന്റ് സാലറി ഇൻക്രീസ് ഇപ്പൊ ഈ 1700 നടക്കുമ്പോൾ കൂടുതൽ സുതാര്യത ഉണ്ടാവും. അതെന്താണ്? പക്ഷെ അത് സുതാര്യത വെളിവാക്കണമെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ഇൻഡിവിജ്വൽ എവറി നാഷണൽ ഇൻഡിവിജ്വൽ ഹാസ് ദ റൈറ്റ് ടു ഗെറ്റ് ഓൾ ദ അതല്ലേ റൈറ്റ് ടു ഇൻഫർമേഷൻ. ഇത് വരൂല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി വിൽ നോട്ട് ഫോൾ അണ്ടർ ദ ഇതിന്റെ പെർവ്യൂവിൽ വരൂല. അവിടെ അതാ പറയുന്നത് കാര്യങ്ങൾ നടത്തുന്നത്. ഈ 1170 കോടി കൊടുത്തതിൽ ലെറ്റർ ഓഫ് കംഫർട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് കേരള ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് ഇല്ലെങ്കിൽ ഈ ഗവൺമെന്റ് അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ ഇവിടെ ഒരുപാട് ഇനിയിപ്പോൾ പൈസേൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ലോണ് സാങ്ഷൻ ആയി കഴിഞ്ഞ് ഇതുവരെയുള്ള ദൈനംദിന ചെലവുകൾക്ക് ഫണ്ടിങ് കൊടുക്കുന്നത് ആരാ? ഗവൺമെന്റാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ശമ്പളം കൊടുക്കാൻ വേണ്ടി പറ്റും. അതെ, പക്ഷെ വരുന്നില്ല. അത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അത് വരും. ഞാൻ അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ഒരു നടക്കുന്നുണ്ട്. പിന്നെ MDന്റെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനിത് ഇവിടെ പറഞ്ഞത് MD എപ്പോഴും നല്ല സൗമ്യനായിട്ട് പെരുമാറുന്നത് എനിക്കും അറിയാം, വളരെ നന്നായിട്ട്. ഇപ്പൊ കഴിഞ്ഞ എനിക്ക് വിരോധമില്ല. ഈസ് എ വെരി ഗുഡ് ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി ഇരുന്ന് സംസാരിക്കാറുണ്ട്. ഞാനുമായിട്ട് വളരെ പ്ലസന്റ്. പക്ഷെ നമുക്ക് കാര്യം അവിടെയാണ്. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ഒരാൾക്ക് വേണ്ടിയിട്ട് തലകുനിക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇപ്പം പറഞ്ഞ നമ്മളെ സുഹൃത്തിന് നോപ്ടോന്റെ ഒരു പരിപാടിക്ക് വന്നിരുന്നു അദ്ദേഹം. ഞാൻ അന്ന് ഉണ്ടായിട്ടില്ല വീഡിയോ ക്ലിപ്പ്. അദ്ദേഹം അവിടെയും പറഞ്ഞത് ഏത് POC അടുത്ത് വരും. ഈ POC അടുത്ത് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾക്ക് കേന്ദ്രത്തിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ പിന്നാമ്പറമൊക്കെ കുറേ ഉണ്ട്. അതിൻ്റെ കുറേ ചരിത്രങ്ങളൊക്കെ അറിയാം. വേണ്ട സമയത്ത് വരും. എന്നിട്ട് എപ്പോഴും നോക്കും POC വേറെ ഒരു കാര്യവുമില്ല. ഇപ്പം മെനഞ്ഞാന്ന് പറഞ്ഞു POC വരും. നാളെ അല്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഒരു കൊല്ലവും 10 മാസം കഴിഞ്ഞ് ഇയാൾ ചാർജ് എടുത്തിട്ട് നത്തിങ് എൽസ്. അതേസമയം മിടുക്കന്മാർ വേറൊരു കാര്യങ്ങൾ തട്ടിയിട്ട് കൊണ്ടുപോവാണ്. ഇപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൽ നിങ്ങളറിയോ വലിയൊരു പദ്ധതി വന്നിട്ടുണ്ട്. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. എയർ ഇന്ത്യ ആൻഡ് ടാറ്റയും കൂടി വന്നിട്ട് MRO ഫെസിലിറ്റി എന്ന് പറയും. MRO എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവറോൾ. അത് ഏറ്റവും അനുയോജ്യമായത് കണ്ണൂർ എയർപോർട്ടാണ്. 1500 സ്ക്വയർ മീറ്റർ റൺവേ ഉണ്ട്. അധികം കൺജഷൻ ഇല്ലാത്ത അത് അതിന്റെ 2500 കോടിയാണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്. അതിന്റെ ടോട്ടൽ എയർ ഇന്ത്യയും ടാറ്റയും കൂടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഇൻവെസ്റ്റ്മെന്റ് വരും ഇല്ല. അവർക്ക് വേറെ ജനങ്ങളൊന്നും വേണ്ട. അവർക്ക് ഫെസിലിറ്റി റൺവേ വേണം. അവർക്ക് ഇപ്പൊ എയർപോർട്ടിന് റിപ്പയറിന് 1600 ആൾക്കാർക്ക് ഡയറക്റ്റ് ഇൻവോൾവ് ജോലിയും 25,000 ആൾക്കാർക്ക് അത് ബാംഗ്ലൂർ എയർപോർട്ട് അടിച്ചെടുത്തു. അവിടെ തർക്കല്ലിടൽ കഴിഞ്ഞ ആഴ്ച നടന്നു. അവര് കൊണ്ട് ഇവിടെ നമ്മളിത് POC എന്ന് പറഞ്ഞിട്ട് അടക്കങ്ങ് പോയി വേണം, നിർബന്ധമായിട്ട് വേണം. അതിനാണല്ലോ ഇപ്പൊ എന്റെ 2 സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞില്ല അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നത്. ഞാൻ ഷെയർ ഹോൾഡേഴ്സിന്റെ എന്റെ അഭിപ്രായം നമ്മളൊരു ഫുഡ് നന്നാണെങ്കിൽ അവിടെ വെക്കണ്ടേ, കിച്ചൺ ആദ്യം ക്ലീൻ ചെയ്യണം. ഇവിടുന്ന് നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരെ ഇദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇദ്ദേഹം പറഞ്ഞത് അനുസരിക്കുക. അന്ന് വെച്ചാൽ ജൂനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സിനൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് പേരടക്കം തെളിവുണ്ട്. വി ആർ റെഡി ടു പ്രൊഡ്യൂസ്. ഓക്കെ, നമ്മുടെ സമയം തീർന്നു. അപ്പോൾ വളരെ രസകരമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് ഈ പറയുന്ന POC പോയിന്റ് ഓഫ് കോളിൻ്റെ കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടായേ പറ്റൂ. ഇപ്പോൾ കഴിഞ്ഞ 6 വർഷമായിട്ട് എല്ലാവരും കേന്ദ്രമന്ത്രിമാരെ കാണുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്, MP-മാർ ഒരുമിച്ച് പോകുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞു. പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവൂ. അതിലെ ഹിസ്റ്റോറിക്കൽ ജേണിക്കാർ ഡൽഹിയിലേക്ക് പോവുകയാണ്. നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സ് നല്ലൊരു മൂവ്മെൻറ്റാണ് നടത്തിയത്. അവർ തെലങ്കാന വഴി സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ അടുക്കി എത്തി. അവർ വീണ്ടും ഗുജറാത്ത് വഴി പ്രൈം മിനിസ്റ്റർ അടുത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. സത്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് നന്നായി ഒന്ന് ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണിത്. കാരണം എന്താ, എല്ലാവർക്കും MP-മാരുണ്ട്, എല്ലാത്തിനും അഖിലേന്ത്യാ തലത്തിലുള്ള നേതാക്കൾ കേരളത്തിലുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മലയാളികളായ ഒത്തിരി ഗവർണർമാർ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒന്നിച്ച് നിന്നാൽ ഒറ്റയടിക്ക് നടക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ കണ്ണൂരിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വ്യാപാര മേഖലയിലുള്ളവരെല്ലാം ഒത്തൊരുമിച്ച് മുന്നേറുകയാണ്. നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷയോടെ. ശ്രീ രമേഷ് കുമാർ പറഞ്ഞതുപോലെ നെഗറ്റീവല്ല, നമുക്ക് പോസിറ്റീവിൽ തുടങ്ങാം. പോസിറ്റീവായി തന്നെ കാര്യങ്ങൾ ചിന്തിക്കാം. അടുത്ത 2025
കണ്ണൂർ എയർപോർട്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നുയരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതിനായി കാത്തിരിക്കാം. പങ്കെടുത്ത 3 പേർക്കും നേർരേഖയുടെ നന്ദി. താങ്ക് യു.